യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവിന്റെ പ്രകാശനം എന്നുള്ള വിഷയമാണ് ഇന്ന് പകലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാൻ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യലേഖനം 12-ാം അധ്യായം, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെയും കണ്ടന്റാണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ഈ വിഷയങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയ ചില ഭാഗങ്ങൾ, അത് ഈ കഴിഞ്ഞ ആഴ്ചകളിലെ 10-12 ദിവസങ്ങളായിട്ട് എൻ്റെ വചനധ്യാനമായിരുന്നു. അത് പ്രാധാന്യം അർഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ പകുതി തുടങ്ങുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ രണ്ട് വിരുന്ന് നടക്കുന്ന ഭാഗമാണ്. രണ്ട് വിരുന്ന്. ഒന്ന് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം. ഈ ഭാഗം ഒന്നും തുടരണമെന്ന് ആഗ്രഹിച്ചാൽ തുടങ്ങിയാൽ അവിടെ നിൽക്കും, നമുക്ക് വചനത്തിനകത്ത് വരാൻ പറ്റത്തില്ല. എങ്കിൽ ആ വിഷയം ഒന്ന് മനസ്സിലാക്കി കിട്ടേണ്ടതിനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുവാണ്. ലാസറിൻ്റെ ദേശമായ ബഥാനിയിൽ ലാസർ ഉയർത്തെഴുന്നേറ്റിന് ശേഷമായിട്ട് വലിയൊരു വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്നിൽ പ്രധാന വ്യക്തി യേശുവാണ്. യേശു മാത്രമല്ല, ലാസറും അതിനകത്ത് പ്രധാന വ്യക്തിയാണ്. കാരണം ഇന്നലകളില്ലാത്ത ഒരു വ്യത്യാസം അവൻ്റെ ലൈഫിനകത്തുണ്ട്. കാരണം അവൻ സാധാരണ ഒരു വിടുതലല്ല അവൻ്റെ മേൽ സംഭവിച്ചത്. അന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിൽ മരണത്തിൽ നിന്ന് ജയിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വരെ ലഭിക്കാത്തൊരു പ്രയോറിറ്റി, പ്രാധാന്യത ആ മനുഷ്യനുണ്ടായി. ആമേൻ. ഇന്ന് പകല് ഞാൻ ആത്മാവിലൊരു ദൂതായിട്ട് നിങ്ങളുടെ മേൽ ആത്മാവിൽ പ്രവചിച്ചിടാൻ പോവുകയാണ്. ഒരു പ്രാധാന്യത നിന്റെ ലൈഫിനകത്ത് അനുവദിച്ച് തരുന്ന ചില വിടുതലുകൾക്ക് ദൈവം നിങ്ങളെ സാക്ഷി നിർത്താൻ പോവുകയാണ്. ഹൃദയം തുറന്ന് അതിനെ സ്വീകരിച്ചാണ്. ഈ ദൂതൊക്കെ വെളിപ്പെടുമ്പോൾ അതിനൊന്നും വെറുതെ വിട്ട് കളയരുത്. നിങ്ങളുടെ വീടിനകത്തേക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക്, നിങ്ങളുടെ ലൈഫിനകത്തേക്ക്, നിങ്ങളുടെ സമ്പത്തിനകത്തേക്ക്, നിങ്ങളുടെ ആരോഗ്യത്തിനകത്തേക്ക്, നിങ്ങളുടെ എല്ലാ അനുഭവങ്ങൾക്കകത്തേക്കും ആ ദൂതിനെ കൊണ്ടുപോകാൻ മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് അനുവദിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത് തലയ്ക്ക് മീതെ അങ്ങ് പോവും, അപ്പുറത്തെ ചർച്ചിൽ പോയി കയറും ഈ ദൂത്. അതുകൊണ്ട് ഹല്ലേലൂയ, ഇവിടെ ഇരുന്നത് പിടിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രാധാന്യത ഉണ്ടായി. മരിച്ചിരുന്ന നാറ്റം വെച്ചെന്ന് ഹൃദയം, ഹല്ലേലൂയ, ആ ദേശത്തിലുള്ള ഹൃദയങ്ങളൊക്കെ വിശ്വസിച്ചു പോയ, യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു പോയ ആ സ്ഥലത്ത് നിന്ന് ദൈവം യേശു കർത്താവ് ലാസറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ആമേൻ. പറ, ചിലതിനെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം നിങ്ങളുടെ നാവിനകത്ത് ശക്തിയുണ്ടെന്ന്? മരണം പറഞ്ഞാൽ മരണം വെളിപ്പെടുമെങ്കിൽ ജീവൻ പറഞ്ഞാൽ ജീവൻ വെളിപ്പെട്ടിരിക്കും. നാവിൻ്റെ മേൽ ജീവനും മരണവും, ഹല്ലേലൂയ, ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നീ പറയുന്നത് നിന്റെ വീട്ടിൽ സംഭവിക്കും. നീ ചിന്തിക്കുന്നത് നീ പറയാൻ പോകുമ്പോൾ അതൊരു കീ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. നീ പറയുന്നതിനകത്ത് ചില ഡോറുകൾ വീടിനകത്ത് തുറക്കുന്നുണ്ട്. മരണമോ രോഗമോ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ അതിനെ മാറ്റി നിർത്തിയിട്ട് ജീവൻ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ, വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്ത് ആരോഗ്യമായി വെളിപ്പെടുമ്പോൾ, ആ ആരോഗ്യത്തൊത്തവണ്ണം കേൾക്കുന്നതും കാണുന്നതും മുഴുവൻ അടച്ചു വെച്ചിട്ട് ദൈവത്തിന്റെ വചനം, ജീവനുള്ള ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രഖ്യാപിച്ചു തുടങ്ങുമ്പോൾ ഇല്ലാത്തത് ചിലത് മുളയ്ക്കുമെന്ന്, ഇന്ന് വരെ ഇല്ലാത്ത ചിലത് ഓണായി വരുമെന്ന്, ഇന്ന് വരെ ഇല്ലാത്ത ചിലത് ഉളവായി വരുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിളിച്ചു വരുത്തിയ ലാസർ യേശുവിനോടുകൂടെ പന്തിയിലുണ്ട്. ആമേൻ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, അവിടെ എഴുതപ്പെട്ടൊരു ഭാഗം ഇങ്ങനെയാണ്: യേശുവിനെ കാണാൻ മാത്രമല്ല ലാസറിനെയും കാണാൻ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉള്ളിടത്ത് ഒരു വലിയ കൂട്ടം ജനം ഉണ്ടായിരുന്നു. ആമേൻ. അത് നിർജ്ജന സ്ഥലത്തും ഉണ്ടായിരുന്നു, പട്ടണങ്ങൾക്കകത്തും ഉണ്ടായിരുന്നു, വീടിനകത്തും ഉണ്ടായിരുന്നു. ഞാനൊരു ദൂത് പറയുന്നു, ആത്മാർത്ഥമായി പിടിച്ചോണം. ഒരു കഫർനഹൂമിലെ വീടിനകത്തേക്ക്, ഹല്ലേലൂയ, ജനം ഇടിച്ചു നിൽക്കേ, ഹല്ലേലൂയ, പുറത്താൾക്കാർ നിൽക്കേ, അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ നിറഞ്ഞു നിൽക്കേ, വരുന്നവർ അതിനകത്തേക്ക് വീണ്ടും കയറാൻ ആഗ്രഹത്തോടെ ഓടി
കൂടുന്ന ഒരു സാഹചര്യം ആ ഭവനത്തിനകത്ത് സൃഷ്ടിച്ചെങ്കിൽ അത് സാധാരണമല്ല. അതിനകത്തൊരുത്തൻ വന്നാൽ അവൻ കടന്ന് പക്ഷപാതക്കാരനാണെങ്കിൽ അവൻ എഴുന്നേറ്റ് അവൻ കിടന്ന കിടക്കയെടുത്ത് നടക്കാൻ പറ്റുന്ന നിലവാരത്തിൽ അവന്റെ സാഹചര്യം മാറുമെന്ന് വിശ്വാസത്തോടെ ആത്മാവിൽ ഈ ദൂതായി ദേശത്തിന്റെ മേൽ ഈ ദൂതിനെ ഞാൻ ആത്മാവിൽ എറിയുന്നു. ഈ ഇരുന്ന് നരങ്ങിയതും കടന്ന് ശീലിച്ചതിനെയും ചിലതിനെ ഓടാൻ തക്കവണ്ണം ചിലതിനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ കർത്താവിന് കൊടുത്താണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ നിൽക്കുന്നില്ല, എനിക്ക് അവിടെ സ്കിപ്പ് ചെയ്ത് പോകണം. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഇത് നന്നായി വായിക്കണം. നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്. 2 വിരുന്നാണ് നടക്കുന്നത്. ഒന്ന് പെസഹയോട് ബന്ധപ്പെടുന്ന ഒരു വിരുന്നാണ്. അതിന് മുമ്പ് നടക്കുന്ന വിരുന്ന് ലാസറിന്റെ ഭവനത്തോട് ചേർന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. ഐ ബിലീവ് ദാറ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ വിരുന്ന് കഴിക്കുകയാണ്. ഹല്ലേലൂയ. അതിനകത്തും യേശുവിനെ കൊല്ലാൻ ഒരുങ്ങിയ പരീശന്മാർക്ക് ഇപ്പൊ യേശു മാത്രമല്ല ശത്രു, ലാസറും ശത്രുവാണ്. ഹല്ലേലൂയ. എല്ലാവരും വിടുതൽ പേടിക്കാൻ വന്നൊന്നുമല്ല. ചിലര് വന്നതിന്റെ പിന്നിലെ കാരണം അതിനിടയിലൂടെ വന്നു കയറിയത് ഹല്ലേലൂയ ലാസർ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഭീഷണിയാകാൻ തുടങ്ങി. ആമേൻ. മരണത്തിനകത്ത് കടന്നതാണ്. വീട്ടുകാർ പോലും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. 3 ദിവസം മരണത്തിന്റെ അവസ്ഥ ശരിക്കും ശരീരത്തിൽ പിടിച്ചു. പക്ഷെ 4-ാം ദിവസം ജീവനിലേക്ക് പിടിച്ചുയർത്തുമ്പോൾ ലാസറിനെ നോക്കി ഹല്ലേലൂയ ദൈവത്തിന് ദൂതുണ്ട്, നീ ഒരു ഭീഷണിയാണ്. ഹല്ലേലൂയ. പരീക്ഷ മതങ്ങൾക്ക് ഒരു ഭീഷണിയാണ്. ആത്മാവിൽ പറ, ഇന്നലെ വരെ നീ മറിഞ്ഞ് മൗനതയിൽ ഹല്ലേലൂയ ആര് അറിയാത്തവനും നാട്ടം വെച്ചവനുമെന്ന് ലോകം ചിന്തിച്ചെങ്കിൽ നീ പുറത്തു വന്നാൽ നീ ഒരു ഭീഷണിയാണ്. ഞാൻ പറയാം, ഉയർത്തെഴുന്നേറ്റവൻ ദേശത്തിലെ മതങ്ങൾക്ക് ഒരു ഭീഷണിയാണ്. ആമേൻ. മരിച്ചവനെ പോലെ അല്ല ഉയർത്തെഴുന്നേറ്റവൻ. ആമേൻ. ഇന്ന് ഹല്ലേലൂയ വിശ്വസിക്കുക, യു ആർ റിസറക്റ്റഡ്. നീ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവനാണ്. ഉയരത്തിലെ ചിന്തകളാൽ നീ നിന്നെ തന്നെ ബിൽഡ് ചെയ്യുന്നെങ്കിൽ, അപ്ഡേറ്റ് ചെയ്യുന്നെങ്കിൽ, വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഭൂമിയിലെ വ്യക്തികൾക്ക് നിന്നെ പിടിക്കാൻ കഴിയില്ല. അവിടെ ഒന്നും നിൽക്കുന്നില്ല, ഓടിക്കേറുക. ഹല്ലേലൂയ. എഴുന്നേൽക്കപ്പെട്ടവൻ ദേശത്തിനൊരു ഭീഷണിയാണ്. ദേശത്തിലെ മത രാജ്യ ഹല്ലേലൂയ സംഘടനകൾക്ക് അവനൊരു ഭീഷണിയാണ്. അവൻ പുതിയത് ചിലതിനെ ബിൽഡ് ചെയ്തിരിക്കും. അവന്റെ സാക്ഷ്യം, അവന്റെ നിൽപ്പ് ഹല്ലേലൂയ പ്രത്യേകിച്ച് മൈക്ക് വേണ്ട, പ്രത്യേകിച്ച് സാക്ഷ്യം പറയണ്ട, ഇറങ്ങി നിന്നാ മതി, അവിടെ എല്ലാ അത്ഭുതവും സംഭവിക്കും. ആമേൻ. ഉയർത്തെഴുന്നേറ്റവന്റെ മുമ്പിൽ പനിയായിട്ട് ആരെങ്കിലും വന്നു നിന്നായിരിക്കും സംഭവിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉയർത്തെഴുന്നേറ്റവന്റെ മുമ്പിൽ പനിയായിട്ട് ആർക്കെങ്കിലും വന്ന് നിൽക്കാവോ? പറ്റത്തില്ല. വരുമ്പോ തന്നെ വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ ലാസറിനെ വിട്ടു, യേശുവിനെ പിടിക്കുക, യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. ഉയർത്തെഴുന്നേറ്റവൻ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ പിന്നെ ഹല്ലേലൂയ മരിച്ചിരിക്കാൻ സാധാരണ ഹല്ലേലൂയ അവസ്ഥയ്ക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 2 വിരുന്ന്, പെസഹയോട് ബന്ധപ്പെട്ട ഒരു വിരുന്ന് കഴിക്കുമ്പോൾ ആ വിരുന്നിന്റെ നടുവിൽ വെച്ചു യേശു കർത്താവിന് ഉള്ളത്തിൽ തിരിച്ചറിയുന്ന പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലായിരിക്കുന്ന യേശുവിൻ്റെ അകത്ത് താൻ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ട സമയമായിരിക്കുന്നു. ഭൂമിയിൽ 3.5 വർഷം ശുശ്രൂഷ അവസാനിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ 33.5 വയസ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഗ്രേറ്റ് പ്ലാൻ ദൈവം അവസാനിപ്പിച്ച് ആ പ്ലാനിനപ്പുറത്തേക്ക് ദൈവം ഹല്ലേലൂയ താൻ സ്വർഗത്തിലായിരുന്നപ്പോൾ, ആത്മമണ്ഡലത്തിലായിരുന്നപ്പോൾ അതേ മഹത്വത്തിലേക്ക് തിരികെ കയറി പോകുന്നതിന് മുമ്പായി താൻ ഉള്ളിൽ അറിഞ്ഞിട്ട് പറയുന്ന ചില വാക്കുകളാണ് 12ന്റെ പകുതി മുതൽ 13, 14, 15, 16, 17 അധ്യായങ്ങൾ. ഈ ആഴ്ചകളിൽ 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സമയം എടുത്ത് പ്രാർത്ഥിച്ച് വായിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ അധ്യായങ്ങൾ തുറന്നാൽ നിങ്ങളുടെ അകത്ത് ലേഖനങ്ങൾ തുറക്കും. ആമേൻ. ലേഖനങ്ങൾക്കകത്ത് ഒരു ഭാഗവും മറഞ്ഞു കിടക്കത്തില്ല. കാരണം യേശു സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് കയറി പോകുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ താൻ സീക്രട്ടായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന
12 പേരോട്, അതിൽ ഒരെണ്ണം സാത്താനാണെന്നും അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ സാത്താൻ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യേശു കർത്താവ് ചില കാര്യങ്ങൾ പറയുന്ന ഭാഗങ്ങളാണ്. അതിനകത്ത് 12 പേരെ ഇപ്പൊ കൂടെ ഉള്ളൂ. ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചവരും ഒത്തിരി പേര് വിടുതൽ പ്രാപിച്ചവരും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും 12 പേരേ ഉള്ളൂ. പക്ഷെ യേശുവിന് അതിൽ സങ്കടമില്ല. ഈ 12 എണ്ണം മതി ആ ലോകത്തെ മുഴുവൻ പിടിക്കാൻ. നല്ല ഹല്ലേലൂയ പറയണം. യേശുവിന് ആ വിഷയം സംബന്ധിച്ച് ഹല്ലേലൂയ ആശങ്കയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വേണ്ട എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് കർത്തൃത്വം നടത്തുന്നത് ഭൂമി വിട്ടു പോകുമ്പോൾ യേശു പറഞ്ഞിട്ട ഭൂമിയിലെ വാക്കുകളുണ്ട്. ഈ ദേശം മുഴുവൻ ഹല്ലേലൂയ പിടിക്കപ്പെടാൻ പോവുകയാണെന്ന് തുടങ്ങിയുള്ള ഒത്തിരി വാക്കുകൾ പറയുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് യോഹന്നാൻ മുതൽ പ്രസംഗിച്ചു തുടങ്ങിയ പ്രസംഗങ്ങളുടെ അറ്റം എവിടെ നിൽക്കുന്നു? 12 തീർന്നോ എന്നൊരു ചിന്ത വരാന്നത് പറയും. ഇല്ല, തീർന്നില്ല, ചിലത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് അതിനോടുള്ള ബന്ധപ്പെട്ട് ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതിൻ്റെ എടുത്തേ, യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുത്തേ. പതിനാറാം അധ്യായം 17-ാം അധ്യായത്തിനകത്ത് ചില വിഷയങ്ങളാണ്. 16-ാം അധ്യായം 17-ാം അധ്യായം ഞാൻ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞ പുസ്തകം 12-ന്റെ പകുതി മുതലുള്ള ഭാഗങ്ങളാണ്. അവിടെ മുതൽ 17 അധ്യായം തീരുന്നവിടം വരെ യേശു കർത്താവ് താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നും പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും പറയുന്ന കാര്യങ്ങളാണ്. അത് ലേഖനങ്ങളിലേക്കുള്ള ഡോറുകൾ തുറക്കും. അതിനുവേണ്ടി ഞാൻ ആ ഭാഗം പറഞ്ഞു. പ്രത്യേകിച്ച് ഈ 2 മാസം ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ചിന്ത മുഴുവൻ ഇവിടെ ആയിരുന്നു പറയുമ്പോൾ ലേഖനങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതിൻ്റെ വിശദീകരണം മൊത്തം എവിടെ കിടക്കുന്ന ലേഖനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളുടെ വെളിപ്പെടുത്തലുകൾ, ഇപ്പോഴും നടക്കേണ്ട സംഭവങ്ങളുടെ വെളിപ്പെടുത്തലുകൾ മുഴുവൻ കിടക്കുന്നത് ലേഖനങ്ങളോടും ഇപ്പം നമ്മുടെ അകത്ത് കിടക്കുന്ന ആത്മാവിനോടും സംബന്ധിച്ചായതുകൊണ്ട് ഹല്ലേലൂയ ആ ചിന്തകൾക്കകത്തേക്ക് മാറി ആ വിഷയങ്ങൾ വരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആധാരമായൊരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. 16-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പെട്ടെന്ന്. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യേശു പറയാം 12-ാം വാക്യം ഇങ്ങനെയാണ്. എനിക്ക് ഒത്തിരി കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോ വഹിക്കാൻ, ഈ ഇപ്പോൾ എന്ന് പറയുന്നത് എവിടാ? ഈ സമയമല്ല, ആ സമയം. യേശു കർത്താവ് ഫിസിക്കൽ പ്രസൻസോടുകൂടെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ആ ഇപ്പോൾ അല്ല, ഈ ഇപ്പോൾ. അപ്പൊ ഇപ്പോൾ നമുക്ക് വഹിക്കാം ഒന്ന് പറഞ്ഞ് തലയിൽ നിന്ന് കൈവച്ചിട്ട് പറ, ഇപ്പോൾ എനിക്ക് വഹിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആയി. ഇപ്പോൾ എനിക്ക് വഹിക്കാൻ പറ്റുന്ന പരുവത്തിലേക്കായി. അപ്പോൾ ആ സമയത്ത് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ യേശു പറയുന്നതെല്ലാം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു രൂപാന്തരം നമ്മുടെ മേൽ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേൾക്കുന്നതനുസരിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്താൽ സത്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ഹൃദയം നിങ്ങളുടെ അകത്ത്, ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടായാൽ ഉറപ്പായിട്ടും ഈ വിഷയത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കും. ആമേൻ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടന്റിനകത്തേക്ക്, ഒരു വിഷയത്തിനകത്തേക്ക് വരേണ്ടതിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, യേശു തന്നേച്ചു പോയ ചില കാര്യങ്ങൾ. യേശു തന്നേച്ചു പോയ, ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ തന്നിട്ട് പോയ ചില കാര്യങ്ങളുണ്ട്. ആ വിഷയം സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തെ വിഷയം ഈ വായിച്ച വാക്യത്തിനകത്ത് തന്നെ കിടപ്പുണ്ട്. അതൊന്ന് പരിശുദ്ധാത്മാവ് ചേർന്ന് പറഞ്ഞാടെ. പരിശുദ്ധാത്മാവ്. അപ്പൊ എൻ്റെ ചിന്തകൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ആത്മാവ് നൽകുന്ന എന്നിലൂടെ വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് എത്തണം. ഉറപ്പായിട്ടൊരു 4-5 ആഴ്ച മുന്നോട്ടാടാതെ ഈ വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് നമ്മൾ എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ പോയേ പറ്റുള്ളൂ. നിങ്ങൾ ആ ഭാഗം കയറി നിൽക്കുക. ആ വിഷയത്തിനകത്തേക്ക് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂർ നമ്മൾ ഈ വിഷയം സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. അതിനകത്ത് പ്രവചനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത്
വിടുതലുകളുണ്ട്, രോഗസൗഖ്യങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കാര്യം പറയുന്ന ആളത്ര, പറയുന്ന ഞാനല്ല, ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് അത്ര പ്രാധാന്യതയുണ്ട്. ആമേൻ. യേശു തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് പോയ ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഒന്ന് പറഞ്ഞാടെ, പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറഞ്ഞാടെ, എല്ലാവരും പറയും പരിശുദ്ധാത്മാവ്. ആമേൻ. ഇതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വഹിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പം മുതൽ നിങ്ങൾക്ക് വഹിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിലത് വഹിക്കാൻ പറ്റുന്ന ഒരാളായി നിങ്ങൾ മാറി എന്നുള്ളതാണ്. ആമേൻ. ബുദ്ധി, ചിന്ത, ആരോഗ്യം, ജ്ഞാനം, എല്ലാ വിഷയത്തിന്റെ കാര്യമോ പറഞ്ഞ് സ്കൂളിൽ പഠിച്ച കാര്യമോ അക്ഷരം അറിയാവുന്ന കാര്യമോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഇതൊന്നും അറിയത്തില്ലെങ്കിലും പറയാനുള്ള ഒരു ശക്തി വചനത്തിനകത്തോട് വെളിപ്പെടുന്നു. ദൈവാത്മാവ് നിന്നെ പ്രകാശിപ്പിച്ചാൽ ഇന്ന് മുതൽ നിങ്ങളുടെ മേലെ അത് തുറന്നിരിക്കും. ഹല്ലേലൂയ. ആ പ്രകാശനം ഇന്ന് നിങ്ങളുടെ മേലെ അത് തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ അടുത്ത ഭാഗം, അതായത് ഞാൻ 14 വാക്യം നമുക്ക് വായിക്കാം. അതിന് മുമ്പായിട്ട് അടുത്ത 2 ഭാഗം കൂടെ ഒന്ന് പറഞ്ഞു വെച്ചേച്ച് നിങ്ങളുടെ അകത്തേക്ക് വരാൻ പോവുകയാണ്. 17 അധ്യായം അതിന്റെ 8 വാക്യം, 14 വാക്യം. 17 അധ്യായം. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ മതി 14 വാക്യം. അതിന്റെ തന്നെ ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ 8 വാക്യവും 14 വാക്യത്തിനകത്ത് കിടക്കുന്ന എന്തുവാ? വചനം. ആദ്യം നമ്മൾ പറഞ്ഞ ഹോളി സ്പിരിറ്റ്, രണ്ടാമത് പറഞ്ഞത്, എല്ലാവരും ഉണ്ട് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത് പറഞ്ഞത് വചനം. യേശു ഈ വാക്യങ്ങൾക്കകത്തോടെ ചേർത്ത് പഠിച്ചാൽ, നീ എനിക്ക് തന്ന ജനത്തിന് നീ എനിക്ക് തന്ന വചനം ഞാൻ കൊടുത്തു, അങ്ങനെ തന്നെ പറയണം. അപ്പം അതിനകത്ത് നിങ്ങളുണ്ടെങ്കിൽ സാധാരണക്കാരല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചോണം. നീ എനിക്ക് തന്ന വചനം നീ എനിക്ക് തന്ന ജനത്തിന് ഞാൻ കൊടുത്തിരിക്കും. ഈ വാക്യം എൻ്റെ വാക്യമല്ല, ഇത് അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പം രണ്ടാമത്തെ എന്താണ്? നീതു ഏതാണ്? വചനം. ആദ്യത്തെ ഹോളി സ്പിരിറ്റ്, രണ്ടാമത്തെ വചനം. അതിന്റെ 22 വാക്യം. നീ എന്നെ 22. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത്. മഹത്വം. മൂന്നാമത്തെ എന്തുവാണ്? മഹത്വം. ഈ 2 അധ്യായങ്ങൾക്കകത്തൂടെ തുറന്നു വരുന്ന ഭാഗമാണ്. ഒന്നുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് 1-2 കാര്യമൂടെ ഞാൻ പറയാം. ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം നിങ്ങൾ വായിച്ചാൽ, വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തേക്ക് ചിലത് വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് വീട്ടിൽ വായിക്കാൻ സമയമില്ലെങ്കിൽ ഓഡിയോ ബൈബിൾ ഓൺ ആക്കിയിട്ട് കിച്ചണിൽ വർക്ക് ചെയ്തു, കുഴപ്പമില്ല. ആമേൻ. ഹല്ലേലൂയ. കടയിലൊക്കെ നിൽക്കാൻ നേരത്ത് ഓഡിയോ ബൈബിൾ ഓണാക്കി വെച്ചു. ഞാൻ എൻ്റെ യാത്രകളിലൊക്കെ ഇതൊക്കെ ഓണാക്കി വെച്ചു. എൻ്റെ ശീലം ഞങ്ങളുടെ വീട്ടിൽ കിട്ടാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ സുഹൃത വീട്ടിൽ കറി വെക്കാൻ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിനകത്ത് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ടേണ്ട വായിക്കുന്നത്, അതിനൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വീടിനകത്ത് വചനം കേൾക്കണം. ഞാൻ ഉറങ്ങിക്കിടന്നാലും വചനം കേൾക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ആമേൻ. അത് ചില വിഷയങ്ങളെയൊക്കെ ജീവിപ്പിച്ചോളും, അന്തരീക്ഷങ്ങളൊക്കെ മാറ്റം ഉണ്ടായേക്കലും. ഇപ്പൊ ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ്, ഈ വചനം പ്രതി, ഈ അധ്യായങ്ങൾ പ്രതി. രണ്ടാമത്തേത് വചനം. മൂന്നാമത്തേത് മഹത്വം. ആമേൻ. ഈ 3 വിഷയങ്ങൾക്കകത്തൂടെയാണ് പ്രകാശനം എന്ന വിഷയത്തെ, അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ ജ്വലനം എന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ആത്മാവിൽ ഓടിക്കയറ്റുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഉണ്ടാകും, ആമേൻ, എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് 14, 16 അധ്യായങ്ങൾ. അപ്പോൾ അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് 16, 17 അധ്യായത്തിനകത്ത് 16-ാം അധ്യായം താൻ പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നത് കൊണ്ട് അവശേഷിക്കപ്പെടുന്ന ഈ 12 പേരുടെ അകത്ത് ആകുലതകൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ പറയും നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ. 16-ാം അധ്യായം പറയുന്നത് നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. ആമേൻ. ഇടർച്ച ഉണ്ടാകാതിരിക്കാനാണ് ഇത് പറയുന്നത്. അതിന്റെ 14-ാം അധ്യായം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാനാണ്. അപ്പൊ കലക്കോ ഇടർച്ചയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്
എന്ന് പറയുന്നത്. ഞാനിത് നിങ്ങളോട് ആദ്യം പറഞ്ഞത് തന്നെ, യേശു കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷകൾ അവസാനിച്ച് താൻ സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന പ്രാർത്ഥനകളും, അതിനു മുമ്പ് താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ നെസസറി ആയിട്ട്, വളരെ പ്രാധാന്യതയായിട്ട് നിങ്ങൾ അറിയണമെന്ന് യേശു കർത്താവ് ഉള്ളത്തിൽ വിചാരപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളുടെ ഒരു വിസ്ഫോടനമാണ് ലേഖനങ്ങൾ. ഒന്നുകൂടി പറഞ്ഞാൽ ഹാർട്ടാണ്, പിതാവിൻ്റെ ഹാർട്ടിനകത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്തൂടെ പറയുന്നത്. ഒറ്റ വാക്കിൽ ചിലപ്പോൾ വായിച്ചാൽ കിട്ടത്തില്ല, പക്ഷെ വാക്കുകൾക്കകത്ത് യേശു കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. അതിനെ പിടിക്കാനും ഗ്രഹിക്കാനും അതിൽ നിൽക്കാനും ജീവിക്കാനും പ്രസംഗിക്കാനും അനേകരെ ഈ വചനത്തിലൂടെ സ്വീകരിപ്പാനും ദൈവാത്മാവ് നിങ്ങൾക്ക് ആരോഗ്യം നൽകട്ടെ എന്ന് വചനത്തിലൂടെ ഞാൻ പ്രത്യാശ ജനിപ്പിക്കുകയാണ്. 16-ാം അധ്യായം, ഈ ഭൂമി വിട്ട് യേശു സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു മാനിഫെസ്റ്റേഷനായി പറയുന്ന അധ്യായമാണ്. 17-ാം അധ്യായം ഭൂമിയിലിരുന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നുവെങ്കിലും, അല്ലെങ്കിൽ അവരോട് പറയുന്നുവെങ്കിലും, അവർക്കിത് പറഞ്ഞു കൊടുക്കുന്നെങ്കിലും, ഭൂമിയിലല്ല യേശു ഇരിക്കുന്നത്, താൻ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്. ആമേൻ. ഇപ്പോൾ യേശു എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. അടുത്തൊരു വെളിപ്പാട്, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിക്കുകയാണ്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം മീഡിയേറ്റർ ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ഒരു കറക്റ്റ് ശുശ്രൂഷ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന അധ്യായമാണ് 17-ാം അധ്യായം. ഇനി എല്ലാ അധ്യായം വിട്ടാലും 16-ഉം 17-ഉം നിങ്ങൾ വായിക്കാതിരിക്കാൻ മടി കാണിക്കരുത്. ഉറപ്പായിട്ട് വായിച്ചേ പറ്റത്തുള്ളൂ. അത് വായിക്കുന്നതിലൂടെ, ഗ്രഹിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ ഭയങ്കരമായ ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നൽകി തരുവാനിടയായി തീരും. ഇതിനകത്ത് യേശു പറയുന്നൊരു കാര്യമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പിതാവിനോട് എൻ്റെ നാമത്തിൽ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? പിതാവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞ, പിതാവിനോട്, പിതാവാണെന്ന് അറിഞ്ഞുകൊണ്ട് മകനായിട്ട് വന്നിട്ട് മൂത്ത ജ്യേഷ്ഠനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കണം, എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകി തരും. പിന്നെ താഴെ എഴുതി വെച്ചിട്ടാണ്, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ലെന്ന്. തൊട്ട് താഴെ എഴുതിയാണ്. ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ടോ? വിഷമം, പ്രയാസം കയറാൻ നേരത്ത് ഉള്ളതെല്ലാം കൂടെ കൊണ്ട് അങ്ങോട്ട് ഇറക്കി വെക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഹൃദയംഗമായിട്ട് ഈ വെളിപ്പാടോടെ പ്രാർത്ഥിക്കാൻ പലരും പോകാറില്ല. ഇത് ഇന്ന് ഇവിടെ തിരുത്തപ്പെടട്ടെ. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ ഒരു സ്ഥലമുണ്ട്, അത് പിതാവിൻ്റെ സന്നിധിയാണ്. എന്തും തുറന്നു പറയാം, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ പറയാവുള്ളൂ. ഹല്ലേലൂയ. അത് വെളിപ്പെടണമെങ്കിൽ ഈ മഹത്വത്തിലേക്ക് തന്നെ ടേൺ തിരിക്കുന്ന, ഈ വചനത്തിലേക്ക് തന്നെ ടേൺ തിരിക്കുന്ന, വചനം എന്നൊരു വിശുദ്ധീകരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്തെ ആസ്പദമാക്കി ശുശ്രൂഷിക്കാൻ എനിക്ക് സമയം പോരാ. പക്ഷെ ഇതെടുത്തു വെച്ച് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പോകുവാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ 16-ാം അധ്യായത്തിനകത്ത് ആദ്യം പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഞാനത് പറഞ്ഞു തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന് അതിൻ്റെ 7-ാം വാക്യം മുതലാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. എന്താണ് പ്രയോജനം? 3.5 വർഷം കൂടെ കൊണ്ട് നടത്തി, ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ശേഷം യേശു പറയാണ്, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല, പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. ഹല്ലേലൂയ. പ്രയോജനപ്പെടാം എന്ന രീതിയിലാണ് യേശു കർത്താവ് ഇവരെ കൂടെ കൊണ്ട് നടന്നത്. പക്ഷെ യേശു അവസാനം പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇതൊരു ദൂതായിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് ആത്മാ വിട്ടിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നിങ്ങളുടെ അകത്ത് വരുവാണ്. ഇന്ന് വരെ പ്രയോജനപ്പെടാത്ത ആൾക്കാരെ ദൈവം പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. ഒരുപക്ഷെ വചനം പ്രസംഗിക്കുന്നതിനകത്ത് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ ആൾക്കാരോട് ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകാം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം നൽകുന്നു. നീ ഏത് ഫീൽഡിലാണ്, ഏത് സ്ഥലത്താണ്, ഏത് ഏരിയയിലാണ് ഇതുവരെ പ്രയോജനം സംഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശൂന്യതയെ അനുഭവിക്കുന്നത്, അവിടെ ഒരു മഹാ ക്വാളിറ്റി, ഒരു ദൈവിക ഡിവൈൻ ക്വാളിറ്റിയിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ തിരിക്കാൻ പോവുകയാണ്.
ഹല്ലേലൂയ. ഇതൊരു ദൂതായിട്ട് നിങ്ങളുടെ തലയുടെ മേൽ വീഴുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ സ്വീകരിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ഇതുവരെ നിനക്ക് പ്രയോജനപ്പെടാൻ കഴിഞ്ഞിട്ടില്ലേ? വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ്, ഇന്ന് ആ കെട്ട് പൊട്ടുക. അവിടെ നീ പ്രയോജനപ്പെട്ടിരിക്കും. നിന്റെ നാട്ടിൽ ഇതുവരെ നിനക്ക് പ്രയോജനപ്പെടാൻ പറ്റിയിട്ടില്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ നാട്ടിൽ നീ പ്രയോജനമുള്ളവനെന്ന് നിന്നോട് നോക്കി ഞാൻ ആത്മാവിൽ പറയാം. ആ കാലഘട്ടത്തിൽ ഒരു ദൂതൂടെ വിളിച്ച് ഞാൻ പൗലോസിന്റെ ലൈഫിനോടുള്ള ബന്ധത്തിൽ പറയാം. ഒരുത്തനെ ജയിലിൽ വെച്ച് കിട്ടി. ജയിലിൽ വെച്ച് കിട്ടി. വചനം പറഞ്ഞു, ആത്മാവിനെ പകർന്നു കൊടുത്ത് തിരികെ യജമാനന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു ലെറ്ററും കൊടുത്ത് വിട്ടേക്കുകയാണ്. ഇതുവരെ നിനക്കിവൻ പ്രയോജനമില്ലാത്തവനാണ്, പക്ഷേ എനിക്കിവൻ ഏറെ പ്രയോജനമുള്ളവനാണ്. പക്ഷേ അവൻ നിന്റെ കൂടെ നിൽക്കുന്നത് നല്ലതെന്ന് കണ്ട് ഞാൻ നിനക്ക് പ്രയോജനത്തിനായി എൻ്റെ കൂടെ ജയിലിൽ വെച്ച് ജനിപ്പിച്ചവനെ ഞാൻ നിനക്കായി അയക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് വിശ്വാസം വരും? ഹല്ലേലൂയ. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊള്ളാത്തവനായി ഹല്ലേലൂയ ജയിലിൽ വന്നവനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഞാൻ പറഞ്ഞ ദൂത് നിർത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഇറങ്ങി വന്ന് നിൽക്കുന്നത് സഭയിൽ മാത്രമല്ല, ലോകത്തിലും ഉണ്ട്. അവൻ ലോകത്തിൻ്റെയും കാര്യസ്ഥനാണ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മേൽ പാപത്തിൻ്റെ ബോധം ഉളവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, സാന്നിധ്യം ലോകത്തിൻ്റെ മേൽ പ്രഷർ ചെലുത്തുന്നുണ്ട്. ഹി ഈസ് ദ സുപ്രീം അതോറിറ്റി. അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ് സകല കൺട്രോളും ഇപ്പോൾ വിശുദ്ധ തൃത്വം കൈമാറിയിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങൾ കാണും എന്ന് സഭ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, സഭ പറയാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവ് അച്ഛൻ പറഞ്ഞതുപോലെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് കാണത്തക്ക രീതിയിൽ സാഹചര്യങ്ങളെ തിരിക്കും. ഹല്ലേലൂയ. കരം ഒന്ന് അടിച്ച്, നിങ്ങളുടെ കരം ഒന്ന് വേദനിച്ച് അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രയോജനമില്ലാത്തവനായിരുന്നു നിന്റെ കുടുംബത്തിൽ. ഞാൻ ആവർത്തിക്കുക വാക്ക്, കുടുംബത്തിനകത്ത് ഭർത്താവ് എന്ന രീതിയിൽ, മകൻ എന്ന രീതിയിൽ ഏത് ഏരിയക്കകത്താണോ ഫെയിൽഡായി കിടക്കുന്നത്, ഹല്ലേലൂയ, ആ മേഖലയെ പൂരിപ്പിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവിന് പറ്റും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മാത്രമായി ഇതിനെ സ്വീകരിക്കരുത്, ഈ ദേശത്തിന് വേണ്ടി സ്വീകരിക്കണം. ഹല്ലേലൂയ. ഒരുപാട് കുടുംബങ്ങൾക്കകത്ത് മക്കളല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾക്കകത്ത് അപ്പനല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾക്കകത്ത് അമ്മയല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾക്കകത്ത് ഹല്ലേലൂയ തലമുറകളെല്ലാം അവരുടെ ജീവിതങ്ങൾ വേറെ രീതിയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ സഭ ഒരുമിച്ചു ദേശത്തിനു വേണ്ടി ഈ ദൂതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. യഥാർത്ഥ ഉത്തരവാദിത്വത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സന്നിവേശിപ്പിക്കുന്ന ഒരു സുപ്രീം അതോറിറ്റിയുടെ സാന്നിധ്യം ദേശത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. എത്ര പേർക്കറിയാം സഭയ്ക്കാണ് ചില വിഷയത്തിനകത്ത് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ? നമ്മളിവിടെ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. സഭ ഉത്തരം പറയാൻ ശ്രമിച്ച ബാക്കി എല്ലാ ഉത്തരങ്ങൾ ഒന്നുമില്ലാതായി മാറും. ആമേൻ. ചിലര് ഭയങ്കര പ്രയത്നങ്ങൾ ദേശത്ത്, അത് അതോറിറ്റി നിൽക്കുന്നവരും വിവിധ അതോറിറ്റികൾക്കകത്ത് നിൽക്കുമ്പോഴും യഥാർത്ഥ അതോറിറ്റി ഉള്ളവർ കയ്യും കെട്ടി നോക്കിയിരിക്കുക. മടിക്കരുത്, നിന്റെ കൈ ഉയർത്താൻ സമയമായിരിക്കുന്നു, നീ മിണ്ടേണ്ട സമയമായിരിക്കുന്നു, ദിസ് ഈസ് ദ ടൈം, നീ പ്രകാശിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് കയറി നിൽക്ക്. പരിശുദ്ധാത്മാവ് നിന്റെ കാലുകൾക്കകത്ത് ശക്തിയും ആത്മാവിനകത്ത് ജീവനും പകരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ യേശു കർത്താവ് പ്രോമിസ് ചെയ്ത പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ നിങ്ങൾക്ക് ലോകത്തിന് പാപത്തെക്കുറിച്ചും ഉയരത്തിലേക്ക് കടന്നുപോയെന്ന് തിരിച്ചറിയുന്നവർക്ക് നീതിയെക്കുറിച്ചും ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അതായത് അതിനകത്ത് 3 ബോധം ഉണ്ടാകുന്നത്.
പാപബോധം, നീതിബോധം, ന്യായവിധിയുടെ ബോധം. ഓക്കെ, ന്യായവിധിയുടെ ബോധം ആർക്കാ കൊടുക്കുന്നത്? വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. സാത്താനും അറിയാം പോകാറായിരിക്കാം. അത് ആരാ ഓർമ്മപ്പെടുത്തേണ്ടത്? സഭയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ ഓർമ്മപ്പെടുത്തണം? വല്ലപ്പോഴും ഇന്ന് പറയല്ല, തലയ്ക്കൊരു ചവിട്ടൊക്കെ കൊടുത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ കൂടെ യേശു പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ കുറിവാക്യം. ഇപ്പോൾ എനിക്ക് മൊത്തം പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ നിങ്ങൾ താങ്ങൂല. അതുപോലെ യേശു ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്, പക്ഷേ പരിശുദ്ധാത്മ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതാണ് 14 വാക്യത്തിനകത്ത് കിടക്കുന്നത്. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അവൻ എനിക്കുള്ള 14 വാക്യം. അവൻ ആരാ? അവൻ പരിശുദ്ധാത്മാവ്. ആരാ വരുന്ന ആരാണ്? പരിശുദ്ധാത്മാവ് വന്ന് എനിക്ക്, ഇവിടെ ആരാ പറയുന്ന? ആരാണ്? യേശുവാണ് പറയുന്നത്. യേശുവിനകത്തു നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ഞാൻ ഈ വേടും വചനവും പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് ചേർന്ന് ഈ ആത്മാവിന്റെ പ്രകാശനം എന്ന വിഷയത്തിനകത്തേക്ക് ഞാൻ വരികയാണ്. മേൻ, ഈ വചനത്തിന്റെ പ്രത്യേകത ഹോളി സ്പിരിറ്റിനെ വിട്ടുകളയുന്നില്ല. മാനിഫെസ്റ്റേഷനാണ് പ്രസംഗിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അല്ല, പ്രകാശനമാണ് വിഷയം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പോകട്ടെ. വേഡ്, വചനം. ഈ വചനം നമ്മൾ ചിന്തിക്കുന്ന വചനമല്ല. അഥവാ ഇതല്ലേന്ന് ചോദിച്ചാൽ ഇതാണ്, പക്ഷെ ഇതല്ലേന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അപ്പൊ ഈ ലോകം നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്താലാണ്. ഈ വചനത്തെ പറ്റി അല്ല പ്രസംഗിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം താഴോട്ട് പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന വാക്ക്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞു നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനത്തെ കുറിച്ചും അല്ല. ഇവിടെ യേശു പറയാണ്, ആ വചനം ഞാനായിരുന്നു, അന്ന് നിർമ്മിച്ചത് ഞാനാണ്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു സംഭവം ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങ് സൂക്ഷിക്കുകയാണ്. യേശുവിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ തന്നേച്ചു പോയ വചനം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന് പേരിട്ടാണ് തന്നേച്ചു പോയ വചനം. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, പരിശുദ്ധാത്മാവിനെടുക്കാം. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ ശുശ്രൂഷകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഒരു എഫേർട്ടും വേണ്ട. എഫേർട്ട് ആർക്കുള്ളതാണ്? ആരും എൻ്റെ കൂടെ ഇല്ലേ? പരിശുദ്ധാത്മാവാണ് എടുക്കുന്നത്. എടുത്ത് തരുന്നത് ആർക്കാണ്? നമുക്കാണ്. എടുക്കുന്ന സ്ഥലം എവിടെയാണ്? ഫ്രം ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വചനം എടുത്ത് നമുക്ക് തരും. ഒന്ന് പറ, നന്ദി പറയണം. ഹല്ലേലൂയ. ഇത് വെളിപ്പെട്ടാൽ വെളിപ്പെട്ടത് തന്നെയാണ്. ആമേൻ. ഇതാണ് കൃപാവരങ്ങൾക്കകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ 3 വെളിപ്പെടുത്തലുകൾ. അതിൽ 2 ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അതൊന്ന് ജ്ഞാനത്തിന്റെ വരവും പരിജ്ഞാനത്തിന്റെ വരവും, അല്ലെങ്കിൽ വചനവുമാണ്. ചേർന്ന് വായിച്ചാൽ ജ്ഞാനത്തിന്റെ വചനവും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, ഇത് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ പറ്റുമോ? ചേർന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ വചനവും. ഇത് സഭയ്ക്ക് വേണം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ശുശ്രൂഷകന് കൊടുക്കാന്നല്ല പറഞ്ഞിരിക്കുന്നത്, യേശുവിൽ വിശ്വസിച്ച സകലർക്കും ഇത് വേണം. ആമേൻ. അവൻ ആരാണെന്നറിയാൻ, അവൻ എന്താണെന്നറിയാൻ, അവൻ എങ്ങനെയാണെന്നറിയാൻ എന്തു വേണം? ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനം വേണം. അതുകൊണ്ട് ഈ സഭയിലുള്ള എല്ലാവരും ഇത് മേടിച്ചോണ്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. അതെവിടെ ഇരിക്കുന്നത്? അത് ഇരിക്കുന്നത് ക്രിസ്തുവിന്റെ അകത്താണ്. എടുത്തു തരുന്ന ആള് സൽമാൻ പാസ്റ്റർ അല്ല. എടുത്തു തരുന്ന ആള് എനിക്കിഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കുള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൊടുക്കും.
ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, അവൻ എൻ്റെ കാര്യസ്ഥനാണ്. എന്തിനാ? കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ അറിയുന്ന കാര്യസ്ഥൻ. അവൻ എടുക്കാൻ അറിയാം, തരാൻ അറിയാം. അവൻ എടുക്കുന്നത് ഹോളി സ്പിരിറ്റിനകത്തു നിന്നാണ്, തരുന്നത് എനിക്കാണ്. അവനത് നിവർത്തീകരിക്കും. ഞാനിത് ആത്മാവിൽ പ്രാപിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് വെറുതെ വന്നതല്ല, അവൻ ചിലത് ചെയ്യാനായിട്ട് വന്നതാണ്. ഹല്ലേലൂയ. അവന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു പറയാണ്, ഞാൻ 3.5 വർഷം പറഞ്ഞിട്ട് പോയതിനപ്പുറത്തേക്ക് ചിലത് ഹല്ലേലൂയ നിങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, ഈ 12 പേരിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആദ്യത്തെ ശിഷ്യന്മാരായ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായ ആ 11 പേരെന്ന് ഞാൻ പറയാം. 12ാമത്തേതായിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനത് വ്യക്തിപരമായ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുന്നില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ വിളിച്ചിറക്കിയ 12ാമത്തെ ശിഷ്യനായിട്ട് ഞാൻ കരുതുന്നത് പൗലോസിനെ തന്നെ ആകുന്നുണ്ട്. ഹല്ലേലൂയ. പത്രോസ് ആണ് മത്തിയാസിനെ ഇറക്കിയത്. ഞാനത് ഹല്ലേലൂയ പല പ്രാവശ്യങ്ങളിലുണ്ടായ ആഗ്രഹം പോലെ പത്രോസ് ചെയ്തു പോയ ചീട്ടിട്ട് തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ഹല്ലേലൂയ യഥാർത്ഥമായി യേശു തൻ്റെ 12ാമത്തെ ശിഷ്യനെ വിളിച്ചിറക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് കൂടെ നടന്ന 11 പേർക്ക് കിട്ടാത്തത്, ആമേൻ, 3.5 വർഷം കൂടെ നടത്തി പഠിപ്പിച്ചിട്ട് കിട്ടാത്തത്, ആത്മാവ് വന്നപ്പോൾ ആ ഹല്ലേലൂയ അഭിഷിക്തന്റെ മേലത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകല് ഹല്ലേലൂയ വായിച്ച് പഠിക്കുന്നതിനപ്പുറത്ത് ചിലത് പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ കൈമാറാനുണ്ട്. തിരിച്ചറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇന്ന് പകല് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വായിച്ചാൽ പിടികിട്ടാത്തത് ആത്മാവിന് നിന്റെ മേൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, തികഞ്ഞ രീതിയിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാണെന്നറിയാമോ? ഇത് ബുദ്ധിയോടുള്ള ബന്ധത്തിൽ ഇറങ്ങി വരുന്നതാണ്. എന്താണ്? എനിക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് ബുദ്ധിയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെ മേലുള്ള പ്രകാശനമാണിത്. ിരിക്കുന്നത് ബുദ്ധിയോടുള്ള ആണ്. ബുദ്ധിയോടുള്ള ബന്ധത്തില് ബാക്കി കൃപാവരങ്ങളൊക്കെ ഒന്നും ജ്വലിക്കുന്നത് ബുദ്ധിയോടുള്ള ബന്ധത്തിലല്ല. ആമേൻ. ഹല്ലേലൂയ. ചിലത് നാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവം ഞാൻ പറയുകയാണെന്നല്ല, ചില പ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ ചിലത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനാണ് ഈ പറയുന്നത്, എനിക്ക് തന്നെ ചിന്ത ഉണ്ടാകാറുണ്ട്. അപ്പം എന്നാണ്, പ്രവചനവും വെളിപ്പാടും ഒക്കെ ചിലത് വിളിച്ചു പറയുമ്പം ബുദ്ധി അബലമാകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളവരെന്ന് കൈവയ്ക്കേ. അപ്പൊ ബുദ്ധി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഉണ്ടോ? ബുദ്ധി ഉപയോഗിച്ചവരെന്നാ ചിന്തിക്കും. ബുദ്ധി ഉപയോഗിച്ചവരെ നടക്കുമോ? ആ സമയത്ത് ഞാനതിൻ്റെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുമ്പം ലോജിക്ക് എടുത്ത് മാറ്റി വെക്കും. എന്തുമാത്രം സിസ്റ്റം നമ്മുടെ അകത്ത് നടക്കുന്നുണ്ടെന്നറിയോ? അതെ. പിന്നെന്തുവാ? ആക്ഷനും ചിലതൊക്കെ എടുത്ത് മാറ്റി. ചിലരൊക്കെ എഴുന്നേറ്റ് നടക്കാറില്ലേ? സ്വപ്നത്തിൽ കണ്ട് അവർ നടക്കാൻ തുടങ്ങി. ഈ ആക്ഷനും എന്തുവാ? ഈ ബുദ്ധി എടുത്ത് മാറ്റി വെക്കും. ഇങ്ങനെ ചിലത് ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്റെ ബുദ്ധി ഉപയോഗിച്ചാൽ ചിലത് സംഭവിക്കുകയല്ല. അതുകൊണ്ട് ബുദ്ധി തന്നെ ചെയ്യും. അങ്ങനെയാണ് പത്രോസിന് പറ്റിയേ. ആമേൻ. ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഇങ്ങനെ തട്ടിപ്പൊക്കിട്ട് പറയടാ, എഴുന്നേറ്റ് നമുക്ക് പോകാം. നടന്നെന്നുള്ളത് ശരിയാണ്, വാതിലുകൾ കടന്ന് വന്നെന്നുള്ളതാണ്. പക്ഷെ നേരത്തെ പുറത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത്, ഞാനിപ്പോൾ കാരാഗ്രഹത്തിലല്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ മേൽ വന്നത്. അപ്പം ചിലതൊക്കെ നിന്റെ ബുദ്ധി അറിയണ്ടെന്ന് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആമേൻ. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 3 കൃപാവരങ്ങൾ, 2 ഇന്ന് പറയത്തുള്ളൂ, 3ാമത് സെപ്പറേറ്റ് ചെയ്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറയത്തുള്ളൂ. അത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. ഈ ആദ്യത്തെ 3 അത് വെളിപ്പാടിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയോട് ബന്ധപ്പെട്ട് വെളിപ്പാടിനാൽ തുറന്നു വരുന്ന കാര്യങ്ങളാണ്. ആത്മാവിൻ്റെ പ്രകാശനത്തിനകത്ത് അത് വെളിപ്പാടിനാൽ തുറന്നു വരുന്ന കാര്യങ്ങളാണ്. ഇത് മൂന്നും ബുദ്ധിയുടെ മേലുള്ള അപ്ഡേഷനാണ്. തലയിലൊന്ന് കൈവച്ച് ചെറുതായിട്ട് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഇന്ന് വരെ തുറന്നു വരാത്ത ദൈവം തുറക്കും. വേണ്ടി ഒട്ടും പേടിക്കണ്ട. സ്കൂളിലൊന്നും അധികം പഠിച്ചിട്ടോ കോളേജിലൊന്നും പോയില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. പക്ഷെ ഈ ബുദ്ധിയെ പ്രകാശിക്കാൻ ദൈവത്തിന് പറ്റൂല.
ആമേൻ. ഹല്ലേലൂയ. ഇതിന് ഉദാഹരണം നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, മുമ്പിലോട്ട് തുടങ്ങുന്നത് ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. എനിക്കിതൊന്നും വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു രീതിയിലല്ല ഞാൻ വളർന്നത്, നിന്നത് ഒക്കെ സാഹചര്യം. പക്ഷേ ഇതൊക്കെ വെളിപ്പെട്ടതാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ, ഞാനിത് ഈ പോയിന്റ് നിങ്ങൾ കിട്ടാതെ പോരുത്. കുഞ്ഞുങ്ങളെയൊക്കെ ഈ വചനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ അവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. പഠിക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്തുകൊണ്ട് അവരെ ശാസിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് അവരുടെ ബുദ്ധി തെളിയും. ആമേൻ. ശാസ്ത്രജ്ഞന്മാരുടെ പട്ടിക പഠിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. കാരണം എന്നാ, ഈ കണ്ടുപിടുത്തം മൊത്തം ദൈവം സൃഷ്ടിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കകത്തേക്ക് ചിന്ത ദൈവം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത അവരുടെയാണ് കാര്യം. അവർക്ക് ജഡപ്രകാരം ആണെങ്കിലും ഒരു ബന്ധം കിടപ്പുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, ഭയങ്കര എഡ്യൂക്കേഷൻ മേഖലകൾ നിങ്ങളുടെ കുടുംബത്തിനകത്തൂടെ ജനിക്കപ്പെടുമാറാകട്ടെ. ആരും പഠിച്ചില്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഹല്ലേലൂയ. ദൈവാത്മാവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം അത് തുറക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ അപ്ഡേഷനെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത സഭയുടെ മേലിൽ വെളിപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞ എന്നാന്ന് മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ അപ്ഡേഷൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഭൂമിയിൽ ഓരോ അപ്ഡേഷനും സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, നിന്റെ ആ പഴയ ബുദ്ധിക്കകത്തേക്ക് പ്രകാശനം നൽകുന്ന ആത്മാവിന് ഇതിനകത്ത് പുതിയ അപ്ഡേഷൻ നടത്താൻ പറ്റും. ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ദൃശ്യവും ദൃശ്യവുമായ മേഖലകളെ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വലിയ അപ്ഡേഷൻ ദൈവം നിനക്ക് നൽകട്ടെ. കാര്യം ഒന്ന് ഉയർത്തി പിടിച്ചോണം. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്നാണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ പേടിക്കണ്ട. പരിശുദ്ധാത്മാവെ ഒന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞാൽ മതി, അവൻ പ്രകാശിപ്പിക്കും. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന 2 ഭാഗം കൃപാവരങ്ങൾക്കകത്ത് ആദ്യത്തെ 2 ഭാഗങ്ങളാണ്. അന്ന് ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും. ഒന്ന് പറഞ്ഞാട്ടെ, ജ്ഞാനത്തിന്റെ ആണോ? ജ്ഞാനത്തിന്റെ വചനവും. ഹല്ലേലൂയ. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും എന്ന് എനിക്ക് തോന്നുന്നത് കൊലോസി ലേഖനത്തിനകത്താന്ന് തോന്നുന്നു. വായിച്ച കൊലോസി ലേഖനം എടുത്ത് അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ആരിലാണ്? ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ നിക്ഷേപിച്ചിരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ പറയുന്ന രണ്ടാമത്തെ ഒന്ന് പരിശുദ്ധാത്മാവാണ്, 2 വചനമാണ്. എന്തുവാണ്? തന്നേച്ചു പോയ വചനമാണ്. അപ്പോൾ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം എടുക്കാം. ആത്മാവിന്റെ പ്രകാശനമാണ്. ആമേൻ. ഇത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ഭാഗം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അങ്ങനെ പറഞ്ഞാ തുടങ്ങുന്നത്. എന്താണ്? അറിവില്ലാതിരിക്കരുത്. കൃപാവരങ്ങളെ കുറിച്ചെന്നുള്ളത് സത്യത്തിൽ റൂൾ ലാംഗ്വേജ് ഒറിജിനൽ ടെസ്റ്റിനകത്തില്ല. ആത്മാവിലുള്ളതിനെ കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്നാണ്. പക്ഷെ ആ ലേഖനം മുഴുവൻ കൃപാവരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല. അവിടെ കിടക്കുന്ന വാക്ക്, താഴെ മേളിലുമായിട്ട് കിടക്കുന്ന വാക്ക് അപ്പോക്കാലിക്സ് എന്ന് പറയുന്ന വാക്കാണ്. ആ വാക്കും പ്രതിയാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ സംസാരിച്ചത്. ആമേൻ. അതിന്റെ അർത്ഥം എന്താണ്? മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടും. ആമേൻ. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരും. അന്ന് ഇത് മറഞ്ഞിരിക്കുകയായിരുന്നു. ക്രിസ്തുവിൽ ഇവിടെ വായിച്ച വാക്ക് എന്താണ്? അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ഗുപ്തമായിരിക്കുക. അപ്പൊ യേശു തന്നേച്ചു പോയ വചനമാണ്, നമുക്ക് തന്നേച്ചു പോയ വചനമാണ്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇതെടുത്ത് നിങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരും. ആമേൻ. പ്രകാശിപ്പിച്ചു തരും. ആമേൻ. എഫീസ്യ ലേഖനം പഠിക്കുമ്പോൾ ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് ലഭിച്ചിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കണമെന്നൊരു വാക്യം കിടപ്പുണ്ട്. ഹൃദയദൃഷ്ടി. ഈ വാക്കിന്റെ താഴെ കിടക്കുന്ന, അല്ലെങ്കിൽ ആ വാക്കിന് അവിടെ കിടക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷിൽ. അഥവാ ദൈവത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഹൃദയത്തിനകത്തുണ്ടാകണം. ആമേൻ. എവിടെ ഉണ്ടാകും?
അവിടെ കണ്ണില്ല, ഇത് കണ്ണൊന്നും അവിടെ ഇല്ല, പിന്നെ അവിടെയാണ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നീ ഒരു സ്ഥലത്ത് ഇറങ്ങി നിന്നാൽ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ആ പറയുന്ന വാക്ക് അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടേണ്ടതാണ്, പക്ഷേ പുത്രൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റൂ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് എടുത്തു പറയാൻ അവിടെ ഒരാളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ആ പ്രിൻസിപ്പിൾ തെറ്റരുതെന്ന് പറയുന്നത്. ആമേൻ. നമ്മൾ പല പ്രിൻസിപ്പിളും നമ്മൾ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, പിന്നെ വിഷമിക്കുന്നുണ്ട്, ഈ ബുദ്ധിമുട്ടും പറയുന്നുണ്ട്, എന്നെ കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പറയേണ്ട രീതി, ബൈബിൾ വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇതെല്ലാം. പറയേണ്ട രീതിക്കൊന്ന് പറഞ്ഞാലേ അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ദൈവഹിതം ആണെങ്കിൽ ആ വിഷയത്തിനകത്ത് മറുപടി സുനിശ്ചിതമായി നിന്റെ അന്തരീക്ഷത്തിനകത്ത് ഇറങ്ങി വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ വായിച്ച വാക്യത്തിനകത്തേക്കും വിഷയത്തിനകത്തേക്കും വരികയാണ്. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടും. ആദ്യം പറഞ്ഞ് ബുദ്ധിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നതാണ്, ബുദ്ധിയുടെ മേലുള്ള പ്രകാശനമാണ്. യാക്കോബ് പറയുന്നു, ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവനെ ഭത്സിക്കരുത്, നിങ്ങൾ ഇത് വരുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയെ കാണിക്കണ്ട. എല്ലാവരോടും ഉള്ള വാക്കാണ്, ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ല. ഹല്ലേലൂയ. സഭ ഭരിക്കുന്നവർ, കുടുംബം ഭരിക്കുന്നവർ, ക്രിസ്തീയ കുടുംബം, ക്രിസ്തീയ സഭ, ക്രിസ്തീയ സംഘടന, ക്രിസ്തീയ സമൂഹത്തെ ഭരിക്കുന്നവരും അതിൽ നിലനിൽക്കുന്നവരും ആയിരിക്കുന്നവരോട് യേശു കർത്താവ് പറയുകയാണ്, ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കരുത്. ആമേൻ. നമുക്കറിയാം, ദൈവം വിളിച്ച അപ്പോസ്തലന്മാർ ഉൾക്കൊള്ളുന്നവർ വരെ വലിയ പഠിപ്പുള്ളവരായിരുന്നില്ല, അവർ സാമാന്യരാണെന്നാണ് അവർ തന്നെ അവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. മുക്കുവനായിരുന്നു പത്രോസ്. മുക്കുവനാവസ്ഥയിൽ നിന്ന് ഈ സഭയ്ക്കകത്തേക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ ശരീരത്തിൻ്റെ യഥാർത്ഥ ഫങ്ഷൻ, യഥാർത്ഥ ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയിലേക്ക് അവൻ്റെ ബുദ്ധിയെ അപ്ഡേറ്റ് ചെയ്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പത്രോസ് എഴുതി വെച്ചേക്കുന്നത് ഇവിടെ ഭയങ്കര തിയോളജിയന്മാർക്ക് വായിച്ചിട്ട് മനസ്സിലാകാതിരിക്കുന്നത് മനസ്സിലാക്കി തരാൻ ഒരാൾക്ക് പറ്റുള്ളൂ, എഴുതിയ പരിശുദ്ധാത്മാവിന്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ഹല്ലേലൂയ, ജ്ഞാനം കുറവുള്ള മേഖലകൾക്കകത്ത് നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ജ്ഞാനത്തെ ദൈവം നിന്റെ മേൽ തരികയാണ്. ജ്ഞാനം പഴയ നിയമത്തിൽ ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനിയായ ശലോമോന് ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദാനിയേലിന് ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കൂട്ടത്തിൽ സാധാരണക്കാരെന്ന് വിരൽ ചൂണ്ടി മുദ്ര കൊത്തിയവൻ ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് അവൻ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് പിടിക്കാൻ കഴിയാത്ത വെളിപ്പാടുകൾ കൊണ്ടും ജ്ഞാനം കൊണ്ടും ദൈവം അവനെ നിറച്ചെങ്കിൽ വിശ്വാസത്തോടെ പറയുന്നു, പുതിയ നിയമത്തിൽ മക്കളും കൂട്ടവകാശികളുമായി വിളിച്ച് വേർതിരിച്ച് ഹല്ലേലൂയ അന്ന് തന്നേച്ചു പോയ വചനം ആത്മാവിനാൽ പ്രകാശിപ്പിക്കുമ്പോൾ നീ ഒരു അസാധാരണ ബുദ്ധി വൈഭവത്തിലേക്ക് ദൈവം നിന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഞാൻ സഭയുടെ മുമ്പിൽ, ദേശത്തിൻ്റെ മുമ്പിൽ ഈ ദൂതിനെ തുറന്നു വിടുകയാണ്. നിന്റെ കുറവുള്ള ബുദ്ധിയുടെ തലങ്ങൾക്കകത്തേക്ക് ഒരു ആത്മാവിൻ്റെ പ്രകാശനം വെളിപ്പെടുമാറാകണം. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ ആ ബുദ്ധി പ്രകാശിക്കട്ടെ, നിങ്ങളുടെ തലമുറകളുടെ മേലെ ബുദ്ധി പ്രകാശിക്കട്ടെ. ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലെങ്കിലും പേടിക്കണ്ട, ബൽസീരെ നിർത്ത്, പ്രാർത്ഥിക്ക്. നമ്മൾ ധർമ്മോപദേശം വീടിനകത്ത് പറയുന്ന അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നവരാണ്. ബൈബിളിനകത്തും അതുകൊണ്ട്, അങ്ങനെ തന്നെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എവിടെയെങ്കിലും ധർമ്മോപദേശം പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ താർക്കികമായി അങ്ങനെ ചെയ്യരുതെന്ന് ധാർമ്മികത ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല. അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മുമ്പിൽ പത്യോപദേശം എന്ന് പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് നീ ഇത് അനുസരിക്കാൻ പറയുന്നത് വെറുതെ അല്ല, അത് ന്യായപ്രമാണത്തിൻ്റെ വസ്തുത പോലെയല്ല. ഇത് അനുസരിക്കാൻ പറ്റുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ സന്നിവേശിച്ചിട്ടുണ്ട്. ആമേൻ. ഈ പറയുന്നത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിനക്കൊരു ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇന്നലെ എടുക്കാൻ പറ്റാത്തത് ഒന്നിനെ എടുക്കാൻ
നിനക്ക് പറ്റും. ഹല്ലേലൂയ. ഈ ശിംശോനെ ഹല്ലേലൂയ കൂട്ടത്തിലുള്ളവർ വന്ന് ഇളക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. നിന്നെ ഫെലിസ്ത്യ സൈന്യം പിടിക്കാൻ പോവുക ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ തന്നെ കെട്ടിയ കയറല്ല എങ്ങോട്ടാ പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അവൻ്റെ ശക്തി. ആമേൻ. അവൻ ഹല്ലേലൂയ ചെറിയ പ്രായം മുതൽ അവൻ്റെ അമ്മയും അപ്പനും ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുത്തി കൊടുത്തിയ ഒരു കാര്യമുണ്ട്. ഇവൻ്റെ ജട വെട്ടിക്കളയരുത്, അതിനകത്ത് ഇവൻ്റെ ശക്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇവനൊരു പ്രത്യേക നിയോഗപ്രകാരം ജനിക്കപ്പെട്ടവനാണ്. നാസിർ വിധക്കാരനാണ്. ഇവൻ്റെ മേലുള്ള നാസിർ വിധപ്രകാരം ഇവൻ്റെ തലമുടി കട്ട് ചെയ്ത് കളയരുത്. ഇതിനകത്തൊരു ഹല്ലേലൂയ ദൈവം ഒരു ശക്തി ഒളിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ദേശത്തിൽ ഫെലിസ്ത്യ സൈന്യങ്ങൾ നശിപ്പിക്കാൻ വരുമ്പോൾ ഇവൻ ന്യായാധിപതിയായി എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. അറിയാത്ത സമയത്ത് ദൈവം വെളിപ്പെടുത്തിയ ആ ശക്തി കൊണ്ട് ഈ മനുഷ്യനെ കെട്ടിയ എല്ലാ കയറിനെയും നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവൻ തട്ടിത്തെറിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം ഒളിപ്പിക്കപ്പെട്ട ഒരു ശക്തി ഇവൻ്റെ അകത്തുണ്ടെന്നാ ഞാൻ ഇതേക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ അറിയാത്ത ഒരു ശക്തി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തിയതുപോലെ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ അകത്ത് ജനിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ ശക്തി, അതിനകത്ത് വെളിപ്പെടുന്ന ശക്തി മാനുഷികമല്ല, ദൈവികമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ജയിക്കാത്ത പല മേഖലകളെയും ജയിക്കാൻ കഴിയാൻ പറ്റുന്ന രീതിയിൽ ദൈവാത്മാവ് ഒരു അപ്ഡേഷൻ നൽകുന്നുണ്ട്. ശാന്തമായി കേട്ടാലും വിരോധമില്ല. എൻ്റെ വാക്കുകൾക്ക് അതിനകത്ത് മറ്റൊന്നും ഞാൻ വിചാരിക്കത്തില്ല. പക്ഷേ വിശ്വാസത്തോടെ പറയുന്നു, നീ തോറ്റുപോയ ഏത് ഏരിയ ആണോ അവിടെ നിന്നെ ദൈവം ജയിപ്പിച്ചിരിക്കും. നീ തോറ്റുപോയ ഏത് സൈഡാണോ അവിടെ ദൈവം നിന്നെ ജയിപ്പിക്കാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി ബുദ്ധി നിന്റെ മേൽ ദൈവം നൽകും. ഇത് പത്രോസിനെ കാണിച്ചു കൊടുക്കുന്നതിന് അങ്ങനെ ഒരു വെളിപ്പാട് കൂടിയാണ്. ക്ഷീണിച്ച് തളർന്ന് നിൽക്കുന്നവനോട് പറയാണ്, അല്ലിയ നിന്റെ ആ വലയെടുത്തോണ്ട് എൻ്റെ പുറകെ ഇറങ്ങിക്കോ. ആ വള്ളത്തിൽ കയറിയിരിക്കുന്നു, വള്ളം നിന്റെയാ, നീ കണ്ടിട്ടുള്ള ഹല്ലേലൂയ ഈ സമുദ്രമാ. പക്ഷെ ഞാൻ പറയുന്നതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തെ വിളിച്ചു പറയുന്നു, യേശു പറഞ്ഞു ഇട്ട വാക്ക് പ്രകാരമായി നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ബുദ്ധിയിൽ ചിലത് ചെയ്താൽ നിന്റെ മുമ്പിൽ ഇന്നു വരെ നടക്കാത്തത് നടക്കും. അതെന്താണെന്ന് പറയാൻ പോവാ. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭാഗം ജ്ഞാനത്തിന്റെ വരവാണ്. എന്താണ്? വിവേകത്തിന്റെ വരം എന്ന് മാറ്റി പറയാം. ജ്ഞാനത്തിന്റെ വചനം. അതിൽ നേരം നിൽക്കാൻ സമയമില്ല. ജ്ഞാനത്തിന്റെ വചനം എന്നാന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവത്തിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ഒരു ജ്ഞാനമാണ്. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കകത്ത് തന്നെ കുടുക്കി നശിപ്പിക്കാൻ വരുന്ന സാഹചര്യങ്ങൾക്കകത്ത് യേശു പറഞ്ഞ ചില വാക്കുകളുണ്ട്. ശരിയായ ഉത്തരവാണോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ആ വാക്കിനകത്ത് ആ പ്രശ്നം തീർന്നു. ആ വാക്കിനകത്ത് പരീശന്മാർ ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് യേശുവിനെ കൊടുക്കാനായിട്ട് പറയാണ്, ന്യായപ്രമാണം നീ ന്യായപ്രമാണത്തെ നിവർത്തീകരിക്കാൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞ ആ ന്യായപ്രമാണം പറയുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം. ഉത്തരവുണ്ടോ? ഉത്തരവില്ല. പക്ഷെ യേശു പറഞ്ഞ മറുപടി സകലത്തിനും പരിഹാരമായി. അതായെന്ന് ചോദിച്ചാൽ അത് യേശു കർത്താവിൻ്റെ മാത്രമല്ല പലരിലും വെളിപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ലൈറ്റ് മിന്നുന്നത് പോലെ ആ തക്ക സമയത്ത് നിന്റെ മേലൊരു ബുദ്ധി ദൈവം തരും. ആത്മാവ് പ്രകാശിക്കും. അത് വിഷയങ്ങൾക്ക് പരിഹാരമാകും. അത് വിഷയങ്ങൾക്ക് പരിഹാരമാകും. അതുകൊണ്ട് ജ്ഞാനം ഇല്ലാതിരുന്ന കാലഘട്ടത്തിനകത്ത് ഹല്ലേലൂയ നീ പറഞ്ഞ വാക്ക് കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദേശങ്ങൾക്കകത്ത് അസമാധാനം വിതറിയിട്ടുണ്ടെങ്കിൽ, ചിലർ പൊഴിഞ്ഞു പോയതിന് കാരണമായിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ ഞാൻ ഈ വചനത്തെ നിങ്ങളുടെ അകത്ത് തുറക്കുന്നു. നിന്റെ വാക്ക് ചിലതിനെ പണിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മുമ്പിലിട്ട് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതിയിൽ ഒരു നിയമം ഇറങ്ങി നിൽക്കെ യേശുവിൻ്റെ വാക്ക്
പെട്ടെന്ന് വെളിപ്പെട്ട ജ്ഞാനത്തിൻ്റെ വചനം ആ വിഷയത്തിനകത്ത് സമാധാനം കൊണ്ടുവരാൻ, ആശ്വാസം കൊണ്ടുവരാൻ ഇടയായിത്തീർന്നു. ആൻറ്റി പിടിച്ചോണം. ഹല്ലേലൂയ. ചിലരോട് പറയാൻ നമുക്ക് വാക്കില്ല, പക്ഷെ ദൈവം ആ സമയത്തൊരു വാക്ക് നിൻ്റെ അകത്ത് തരും. അതിൻ്റെ പേരാ ജ്ഞാനത്തിൻ്റെ വചനം. അത് കഴിഞ്ഞാൽ നീ തന്നെ ചിന്തിക്കും ഞാൻ എന്നാ പറഞ്ഞെന്ന്, അറിയത്തില്ല. പക്ഷെ ഇന്ന് പകലും ഞാൻ പറയുന്നു, ചിലരോട് പറയാൻ ദൈവമായിട്ട് നിൻ്റെ അകത്തൊരു വചനം ഇടും. അത് ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങളുടെ മേൽ പ്രകടമായി വെളിപ്പെടുക. ഒന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ വിശ്വാസത്തോടെ സ്വീകരിച്ചോണം. ഈ വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ പലപ്പോഴും തോറ്റുപോയിട്ടുള്ളതാ, കുടുംബങ്ങൾ തകർന്നു പോയിട്ടുള്ളതാ. ഹല്ലേലൂയ. നിന്റെ വാക്ക് എന്താണെന്ന് അറിയത്തില്ല. വിശ്വാസത്തോടെ പറ, ദൈവം നിനക്ക് ഇന്ന് മുതൽ അത് പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. കരം വന്ന് അടിച്ച് ആ ദൂതിനെ അങ്ങ് സ്വീകരിച്ചോണം. ഞാൻ ഒത്തിരി സഭകൾ ഈ കാലഘട്ടത്തിൽ തകർന്നു പോയത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രവചനം വരെ ഇല്ലാത്തത് കൊണ്ടല്ല, ഹല്ലേലൂയ, പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. പ്രസംഗം നല്ലതായിരുന്നു, ഇഷ്ടമായിരുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇവർ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ കുടുംബത്തിനകത്ത് വേദനയും കലഹവും ഹല്ലേലൂയ പരിഹാരമില്ലാത്ത വാക്കുകളുമായി തീർന്നു. രണ്ടും രണ്ട് പാത്രമായി തീർന്നു. ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ വിടവുകൾ അവിടെ ഉണ്ടാക്കി. പക്ഷേ സമാധാനത്തിൻ്റെ ഒരു വാക്ക് പറയാൻ അപ്പം പറ്റിയില്ല. ജ്ഞാനത്തിൻ്റെ വരമില്ലാതായിപ്പോയി. വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഇത് ആർക്ക് വേണം? സഭയ്ക്ക് വേണം, നിങ്ങൾക്കല്ല, പാസ്റ്റർമാർക്ക് വേണം. ഏത് ശുശ്രൂഷയാണോ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ആ ശുശ്രൂഷ ഏറ്റവും നന്നായി ചെയ്യാൻ ഈ വരം നിങ്ങൾക്ക് ആവശ്യമാണ്. എങ്ങനെ ഇത് വെളിപ്പെടുന്നത്? എങ്ങനെയാണ് വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒരു സങ്കോചവും കൂടാതെ നിൽക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ വേഗത്തിൽ സംസാരിക്കുന്നവരാകരുത്, കേൾക്കുക, നന്നായിട്ട് കേൾക്കുക. ഹല്ലേലൂയ. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഒറ്റ വാക്ക്, കർത്താവേ നീ എന്നെ ജ്ഞാനത്തിൻ്റെ വചനത്താൽ നിറച്ചിട്ടുണ്ട്, എൻ്റെ നാവിനകത്ത് വെളിപ്പെടുത്തണമെന്ന് പറയുമ്പോൾ സംശയം കൂടാതെ പറഞ്ഞാൽ മതി. പറയുന്നത് വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല. ആ സെക്കൻഡ് ആ വിഷയത്തിനകത്ത് പരിഹാരം സംഭവിച്ചിരിക്കും. കണ്ടിട്ടുണ്ട്, രണ്ട് കയറുകൾ അപ്പുറം ഇപ്പുറം തൂക്കിയിട്ടിട്ട് കയറെ കയറി തൂങ്ങാൻ നിൽക്കുന്ന ഒരു കുടുംബത്തിനകത്ത് രാത്രിയിൽ ഞാനും ഗ്ലാഡ്സൺ ഭാഷയും ചേർന്ന് കയറി ചെല്ലുമ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. ഇതിനപ്പുറം എന്താണ്? നാളെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമോ? ഞാൻ പുള്ളിയോട് ഒത്തിരി ചൂടായി, എന്തിനാണ് എന്നെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത്? ഹല്ലേലൂയ. പക്ഷേ പറഞ്ഞു, നമ്മൾ വന്നില്ലെങ്കിൽ നാളെ ഇവർ ചാകുന്നത് അല്ലെങ്കിൽ പത്രത്തിൽ കിടക്കുന്നത് വാർത്ത കാണും. പക്ഷേ ഞാൻ പറഞ്ഞു, എന്താ ഇവിടെ മറുപടി? ഞാൻ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി നിർത്തിയിട്ട് പറയാം, എന്താണ് ഇതിന് പരിഹാരം? ഒന്നും വേണ്ട, ഇറങ്ങിച്ചെല്ലി സംസാരിക്കാം. എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, പരിഹാരത്തിനൊരു വാക്കും വായിൽ നിന്ന് പറയരുത്. ദൈവത്തോട് യോജിച്ചിട്ട് യേശുവിൻ്റെ സ്നേഹമല്ലാതെ മറ്റൊന്നും പറയരുത്. ഭയങ്കര പ്രശ്നമാണ്. ഹല്ലേലൂയ. ഭയങ്കര പ്രശ്നമാണ്. ഭർത്താവിന് ക്ഷമിക്കാൻ പറ്റാത്ത പ്രശ്നം വീടിനകത്ത് സംഭവിച്ചു, അത് കണ്ണുകൊണ്ട് കണ്ടു. ഇനി എന്നാ പറയാനാണ്? ഒന്നും പറയാനില്ല. ഒറ്റ വാക്ക്, യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി. ഹല്ലേലൂയ. ഇന്ന് ഒരു ശുശ്രൂഷയ്ക്കകത്തുണ്ട്, ഇന്ന് ഒരു ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്. വിശ്വാസത്തെ ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. നീ പറയുന്ന വാക്ക് ചില കുടുംബങ്ങളെ പണിയും. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ചില കുടുംബങ്ങൾക്കകത്തേക്ക് ചെല്ലും, നീ അവരോട് സംസാരിക്കുന്നത് അവരുടെ കുടുംബത്തിന് സമാധാനമായി വരും. നിന്റെ യാത്രകൾക്കകത്ത്, നിന്റെ കൂട്ടുകാരുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ബന്ധങ്ങൾക്കകത്ത് നീ ഒരു പരിഹാരകനെ പോലെ, പരിശുദ്ധാത്മാവിൻ്റെ പരിവേഷത്തെ പോലെ ഒരു മീഡിയേറ്ററാക്കി ദൈവം നിന്നെ അയക്കും. കൈയടിച്ച ദൂതിനെ അങ്ങ് സ്വീകരിച്ചോ. ഓൺലൈനിലൂടെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ജ്ഞാനത്തിൻ്റെ വരം, വിവേകത്തിൻ്റെ വരമില്ലാത്തത് കൊണ്ട് തകർച്ചയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന നിന്റെ ജീവിതത്തെ പണിയാൻ ദൈവത്തിൻ്റെ ജ്ഞാനം ഉയരത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവൻ ആ രീതി പോകുക എന്നല്ല. നിനക്ക് ജ്ഞാനമില്ലാതെയാണ് ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായത്. പക്ഷെ ഈ ശരീരം ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് സന്ധികളാലും മജ്ജകളാലും ക്രിസ്തുവിൻ്റെ തലയിൽ നിന്ന് താഴേക്ക് ആത്മീയ വർധനവ് സംഭവിക്കുമ്പോൾ ഈ ജ്ഞാനത്തിൽ നിന്ന് നിന്നിലേക്ക് ഒരു ഒഴുക്കുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് പകല് പറയുന്നു, നീ പലതിന് തീർപ്പ് കൽപ്പിക്കുന്ന അന്തിമ വാക്കായിരിക്കും. ബലഹീനരാണെന്ന് തോന്നും, പക്ഷേ നീ പറയുന്ന വാക്ക് ചില വിഷയങ്ങൾക്ക് പരിഹാരം ദേശത്ത് കണ്ടുതിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞ എത്ര പേര് വിൽക്കും? പോലീസുകാർക്ക് കഴിയാത്തത്, ദേശത്തിലെ ഹല്ലേലൂയ നിയമജ്ഞർക്ക് കഴിയാത്തത്, നിന്നെ കൊണ്ട് കഴിയുന്ന ഒരു ജ്ഞാനം നിന്റെ മേൽ ദൈവം ഇടുകയാണ്. ആമേൻ. ഹല്ലേലൂയ.
യാക്കോബിന്റെ ലേഖനം ആ വിഷയത്തെ വ്യക്തതയോടെ വിളിച്ചു പറയുന്നു. ഉയരത്തിലെ ജ്ഞാനം ശാന്തത കൊണ്ടുവരുന്നതാണ്. ഉയരത്തിലെ ജ്ഞാനം സമാധാനം കൊണ്ടുവരുന്നതാണ്. ഉയരത്തിലെ ജ്ഞാനം ജീവിതത്തിനകത്ത് സന്തോഷം കൊണ്ടുവരുന്നതാണ്. ഈ ജനത്തിന്റെ മേൽ ആ ഉയരത്തിലെ ജ്ഞാനം പരിഹാര മാർഗമായി നിങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. എന്നോട് കർത്താവ് ഒരു പ്രവചന വാക്കായി ഇത് പറയുന്നു. നിന്നെ അന്തിമ വാക്കായിട്ട് ചില കുടുംബത്തിനകത്ത് നിർത്തും. വിഷയത്തിന് പരിഹാരമില്ല. വിഷയത്തിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വാക്കും പരിഹാര വാക്കല്ല. ഈ ന്യായപ്രമാണത്തിൻ്റെ നിയമം പറഞ്ഞുകൊണ്ട് വന്ന പരീശന്മാരും പുരോഹിതന്മാരുടെ മുമ്പിൽ യേശുവിന് എന്താ മിണ്ടാതിരിക്കുന്നത്? താഴെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം മൗനമായിരിക്കുന്നതിന് പിന്നിലെ കാര്യം എന്താണെന്നറിയോ? ഈ പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന ആൾ ജ്ഞാനത്തിൻ്റെ വരത്തെ സ്വീകരിക്കുക. പെട്ടെന്ന് ഒന്നും പറയരുത്. ഒറ്റ വാക്ക് കർത്താവിനോട് ചോദിക്കണം. കർത്താവേ, ജ്ഞാനത്തിന്നിൽ നിക്ഷേപിക്കപ്പെട്ട ജ്ഞാനത്തിൻ്റെ വരത്തെ പരിശുദ്ധാത്മാവെ എന്നിൽ പ്രകാശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചിന്തിക്കരുത്. നീ പറഞ്ഞോ, അതിനകത്ത് പരിഹാരം സംഭവിച്ചിരിക്കും. ഒരിക്കലും ഞാൻ ബൈക്കിൽ വരികയാണ്. ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ എൻ്റെ വണ്ടിയല്ല, വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല, കണ്ണാടി പോലും ഇല്ല, നടു ഒടിഞ്ഞൊരു ബൈക്കാണ്. അങ്ങനത്തെ പൈസ നിൽക്കുകയാണ്. പക്ഷേ അകത്ത് സുവിശേഷം പറയാമെന്നുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ കുമരകത്ത് ഇപ്പം പൊളിച്ചിട്ടേക്കുന്നൊരു പാലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എങ്ങോട്ടും പോകാനില്ല, ഒറ്റ വഴിയുള്ളൂ. ഫ്രണ്ടിൽ പോലീസുകാർ നിൽക്കുക. പിടിച്ച് ഇങ്ങനെ നിർത്തി. എന്നാ പറയും? ഒന്നും പറയാനില്ല. പാസ്റ്ററാന്ന് പറഞ്ഞാൽ അപ്പം പോയി. നീ എന്നിട്ട് തന്നെ ഇതില്ലാതെ നടക്കണം ചോദിക്കും. കള്ളം പറയാൻ പറ്റത്തില്ല. കാര്യം ധാർമ്മികതയും ദൈവസ്നേഹമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അന്ന് വീട്ടിൽ കയറ്റത്തില്ല. ചർച്ചക്കോടിയിൽ നിന്ന് ഇറങ്ങി എന്നാന്ന് പ്രസംഗിച്ച അച്ഛൻ എന്നെ അന്ന് വീട്ടിൽ കയറ്റത്തില്ല. കാര്യം ചർച്ചക്കോടിയിൽ നിന്ന് പാരമ്പര്യ സഭയിൽ നിന്ന് ഇറങ്ങി പിൻകാറ്റത്തേക്ക് പോയെന്ന്. സത്യത്തിൽ അപ്പോഴാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല. ആമേൻ. അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് വരുന്നത്. കയ്യിൽ നിന്നും 5 പൈസ ഇല്ല, അവർക്കും കൊടുക്കാൻ പൈസ ഇല്ല. ഉള്ള പൈസ പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരുമ്പോഴാണ് ഇവർ പിടിക്കുന്നത്. എന്നാ ചെയ്യും? ഞാൻ അടുത്തോട്ട് ചെന്ന് ചെവി എന്ന് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഈയിടെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയൊക്കെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോയാണ്, ആഗ്രഹം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ വണ്ടിക്ക് കണ്ണാടിയില്ലെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ പോലീസുകാരൻ പിടിച്ചു. SIയുടെ എടുത്തിട്ട് തന്നെ കണ്ണാടിയില്ല, എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല, എൻ്റെ വണ്ടിയല്ല. പുള്ളി എന്നോട് ചോദിച്ചു എന്നാ ചെയ്യും? ഞാൻ പറഞ്ഞു എനിക്ക് പോയാൽ പറ്റൂ. എൻ്റെ പുള്ളി പറയും ആരും അറിയണ്ട, ഇതുവഴി പോയി ബൈക്ക് എടുത്തുകൊണ്ട് പൊക്കൂ, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പേരെനിക്ക് പറഞ്ഞു തന്നു. എനിക്കറിയത്തില്ല പുള്ളി എന്തിനാ വേണ്ടെന്ന് തന്നെ. പക്ഷെ നീ ചിലത് പറഞ്ഞാൽ കുടുങ്ങിയെടുത്ത് പുറത്തു വരും. ആമേൻ. സത്യസന്ധമായിട്ട് ഞാൻ കാര്യം അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ അത് വിട്ടു. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇങ്ങനെ പറയാൻ. ആമേൻ. ഒത്തിരി പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോയവരെ ദൈവം എൻ്റെ വാക്കിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, പല പട്ടണങ്ങളിലും കുടുംബങ്ങൾക്കകത്തും നീ ഒരു തീർപ്പിൻ്റെ വാക്കായി മാറാൻ പോവേ. എത്ര കുടുംബങ്ങളാണെന്നറിയോ ശാശ്വതമായ ഒരു വാക്കില്ലാതെ വണ്ണം ആത്മഹത്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി നിനക്കൊരു ഉത്തരം ദൈവത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വരത്തിൽ കിട്ടും. ഇത് സഭയ്ക്ക് വേണ്ടേ? സഭയാണ് ഇത് പിടിക്കേണ്ടത്. ഹല്ലേലൂയ. ലോകത്തിന് ഉത്തരമില്ലാത്തടുത്ത് ദൈവം വെളിപ്പെടുത്തുന്ന ജ്ഞാനത്തിൻ്റെ വരം. ആമേൻ. ചിലത് ഈ ദൂത് നിങ്ങളുടെ മേൽ നിവർത്തീകരിച്ചു കഴിയുമ്പോൾ നിന്റെ അടുക്കൽ വരും. അവരോട് ഹല്ലേലൂയ വെറുതെ വർത്താനം പറയരുത്. വെറുതെ ഇതിലിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാവരോടും പറയുന്നത്, മക്കളെ വെറുതെ പറയരുത്. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ അകത്ത് വരുന്നത് തകർന്നായിരിക്കും വരുന്നത്. ഒരു വാക്ക് വിശ്വാസത്തോടെ കർത്താവ് എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, നിന്നിലൂടെ ആ ജ്ഞാനം വെളിപ്പെട്ടാൽ, വരം വെളിപ്പെട്ടാൽ ഉറപ്പായിട്ടൊരു ജീവൻ നീ തിരികെ പിടിക്കുകയാണ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം ഒന്ന് എടുത്തേ. വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇത് മാത്രം ഒന്ന് പറഞ്ഞു. 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമതും നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും. ഞാൻ എഴുതി കൊണ്ടുവന്ന ബുക്കിനകത്ത് ഇത് ഓരോന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
ഓരോരുത്തരുടെ ലൈഫിനകത്തും ഇതെങ്ങനെയാണ് മാനിഫെസ്റ്റഡ് ആകുന്നെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. എനിക്ക് പരിശുദ്ധാത്മാവ് നൽകി തന്നത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ പറയട്ടെ, ഉയരത്തിലെ ജ്ഞാനം നിർമ്മലമായിരിക്കും. വായിച്ചു. പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ആമേൻ. ആമേൻ. നീ ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഇല്ലാത്തടത്ത് സന്തോഷം ഉണ്ടാകും, ശാന്തമാകാത്തത് ശാന്തമാകും, കരുണയില്ലാത്തത് കരുണയുള്ളതായി തീരും, അനുസരിക്കാത്തത് അനുസരിക്കും. ഈ വാക്കൊന്നുകൂടെ പറയണം. നിങ്ങളുടെ വാക്ക് പറഞ്ഞിട്ട് ഇതുവരെ അനുസരിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും പേടിക്കണ്ട. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ സംസാരിച്ചാൽ മതി, അനുസരിച്ചോളും. ഇതൊരു ട്രിക്കാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ സമയത്ത് ദൈവം അത് കഴിഞ്ഞ് ഈ ടോർച്ചടിക്കുന്ന പോലെ ഇങ്ങനെ ടോർച്ചടിക്കുന്ന പോലെ ഉള്ളു ഒറ്റ സാധനം അടിച്ചു വരും. അതങ്ങ് പറഞ്ഞാൽ മതി, ഇത് അവിടെ ഇരിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പറയൂല. അത് കഴിഞ്ഞാൽ പിന്നെ പറയൂല. പെട്ടെന്നത് വെളിപ്പെടും. പക്ഷേ പെട്ടെന്ന് കയറി പറയുകയും ചെയ്യരുത്. എല്ലാം കേട്ടിട്ട് ശാന്തമായിട്ട് പറഞ്ഞു നോക്കി, അവിടെ ഭയങ്കര വിടുതലുണ്ടാവും. അനുസരിക്കാത്തവൻ അനുസരിക്കും. പറ, ഇന്ന് വരെ അനുസരിക്കാത്തവൻ അനുസരിക്കാത്ത. ധാർഷ്ട്യം കൊണ്ട് നിൽക്കുന്നവന്റെ ധാർഷ്ട്യം ഇല്ലാതാകും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ, ഇവിടെയാണ് മറ്റേ ആ പറയിപ്പിക്കുന്ന ആളുടെ ക്വാളിറ്റി. എന്നാ കാര്യസ്ഥന, ലോകത്തിന്റെയും കൺട്രോൾ അവൻ്റെയാ. പറയുന്ന നിന്റെ അകത്തിരുന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. അവന്റെ അകത്ത് ഏത് വാക്ക് ശാന്തതയോടെ വീഴണമെന്ന് അറിയാവുന്ന കാര്യസ്ഥനാ നിങ്ങളുടെ അകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലയിടങ്ങളിൽ എന്താണെന്ന് പറയേണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ കൃത്യമായിട്ട് പറയാൻ. ഒരിക്കല് ഇങ്ങനെ പൗലോസിന്റെ ലൈഫിനകത്ത് താൻ പരീശനാണെന്ന് അറിയാതെ വണ്ണം തന്നെ കൊല്ലാനായിട്ട് സദൂക്യരും പരീശന്മാരും ഒരുമിച്ച് കൂടുമ്പോൾ കൊല്ലാൻ ഒരുക്കി വരുമ്പം പൗലോസ് അവിടെ പറയുന്നത്, ഞാൻ ജാതികൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനാണെന്നല്ല പറയുന്നത്, ഞാനൊരു പരീശന്റെ മോനാണ്, ഞാനൊരു പരീശന്റെ. അപ്പൊ അവർക്ക് പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണ്, തൊടാൻ പറ്റത്തില്ല. എന്നിട്ട് അടുത്ത വാക്ക്, ഞാൻ ഇവരോട്, ആരോടാ? ഈ ജനത്തോട് ഉയർപ്പിനെ കുറിച്ചും പുനരുദ്ധാനത്തെ കുറിച്ചും സമ്മതിച്ചുകൊണ്ടിരിക്കുക. ഈ സദൂക്യരെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പുനരുദ്ധാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ്. അവരോ പരീശന്മാരും ഉണ്ടെന്ന് പഠിപ്പിക്കുന്നവരാ. വന്നവർ തമ്മിൽ അടിച്ചുണ്ടാക്കി തിരിഞ്ഞുപോയി. പൗലോസ് അവിടെ വെറുതെ നിന്ന് ഇത്ര സാധനം. ഇത് ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്നതാണ്. നിങ്ങൾ നിൽക്കും, അച്ചാൻ പറഞ്ഞ വചനം അനുസരിച്ച് ശത്രുക്കളുടെ മുമ്പിൽ നീ കണ്ട് രസിക്കും, നീ നിൽക്കും, അവരോടും. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്ത് തല്ലിപ്പിരിയേണ്ട സാധ്യതകൾക്കകത്ത് നീ നിൽക്കും. അമ്മേ, വാക്യം വായിച്ച അതിൻ്റെ മേലിലുള്ള വാക്യോടെ വായിക്കണം. അതാണ് എനിക്ക് കൃത്യമായിട്ട് പറയേണ്ടത്. ഒരു വിടുതൽ അവിടെ കിടക്കും. അതിന്റെ 13-ാം വാക്യം മുതൽ വായിച്ചു. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. ശാഠ്യമുള്ളത് അതിന് എന്തൊക്കെ കാര്യമാണ്? ശാഠ്യമുണ്ട്, ഹൃദയത്തിൽ കയ്പ്, ഈർഷ്യ, കയ്പ്, ഈർഷ്യ, ശാഠ്യം. സത്യത്തിന് വിരോധമായി പ്രശംസ. അടുത്തൊരു ഭാഗം ഉണ്ടല്ലോ, ഫോഷ്ക്. താഴോട്ട് പഠിക്കുമ്പോ പക്ഷപാതം. വേറൊരു വാക്കൂടെ താഴെ കിടപ്പുണ്ട്. താഴെ ഏറ്റവും താഴെ ഒരു വാക്കൂടെ കിടപ്പുണ്ട്. എന്തേലും ആട് ഞാൻ നോക്കിയോ. ഇതെല്ലാം വെളിപ്പെടുന്നത് എവിടെ നിന്നാ? ഉയരത്തിലെ ജ്ഞാനത്തിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിക്ഷേപിക്കപ്പെട്ട ജ്ഞാനത്തിൽ നിന്നല്ല, മറിച്ച് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ്. ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയാം, ദൈവ തേജസ്സിനാൽ നിർമ്മിക്കപ്പെട്ടവനായിരുന്നു ആദാം.
ഓരോ മൃഗങ്ങളും കടന്നു പോകുമ്പോൾ അതിന് പേര് വിളിക്കുമ്പം അതിന് ഇന്ന പേരെന്ന് ദൈവത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു ജ്ഞാനം ആരുടെ അകത്തുണ്ടായിരുന്നു? ആദമിന്റെ അകത്തുണ്ടായിരുന്നു. അതുപോലെ അറിവുള്ളവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു ആദാം. പക്ഷെ അകത്തു നിന്ന് പാപം നിമിത്തമായി തേജസ് പോയപ്പോൾ ഇവൻ അവൻ ആരാന്ന് പോലും അറിയാൻ മേലാത്തൊരു നിലവാരത്തിലേക്ക് പോയി, ദൈവ നിലവാരത്തിലേക്ക് പോയി. പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് അകത്ത് ധാർമ്മികമായ അവരെ മൂല്യങ്ങൾ നൽകിക്കൊണ്ടായിരുന്നേ. വീണ്ടും പാപം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തലമുറകൾക്കകത്ത് നിന്ന് ആത്മാവ് വിട്ട് മാറാൻ തുടങ്ങിയത്. നമ്മളിവിടെ കാണുന്നു, റോമാലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തെ ദൈവമെന്നോർത്ത് നമസ്കരിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ ഹൃദയം, ബുദ്ധി, വിവേകമില്ലാതായി പോകുന്നു. ദൈവത്തെ സ്തുതിക്കാതിരുന്നാലുള്ള പ്രശ്നമാണ് എന്താണ്? വിവേകമില്ലാതെ ഹൃദയം പോകും. എന്തുവാ? ദൈവത്തിന്റെ യഥാർത്ഥ ബുദ്ധി, യഥാർത്ഥ തിരിച്ചറിവ്, ബുദ്ധി ഇല്ലാതായിട്ട് മനുഷ്യൻ തിരിക. നന്ദി കൊടുക്കേണ്ട സ്ഥാനത്ത് നന്ദി കൊടുത്തേ പറ്റൂ. ആമേൻ. വചനം പറയുന്നു, ഉള്ളിലല്ല, ദൈവത്തിന്റെ ദിവ്യത്വവും ദൈവത്തിന്റെ ദൈവത്വവും ഈ ലോക സൃഷ്ടിയിലൂടെ താൻ വെളിപ്പെടുത്തി. പക്ഷേ അവർ എല്ലാ ബുദ്ധിക്കും തെളിവാകുന്ന രീതിയിൽ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടും അവർക്ക് അത് കണ്ടിട്ട് മനസ്സിലാക്കാതെ അവർ അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ ഇരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അടുത്തൊരു താഴോട്ട് വരുമ്പോൾ അടുത്തൊരു പ്രശ്നം, ഇങ്ങനെ ഇരുണ്ടുപോയ ആ ഹൃദയം കൊണ്ട് അവർ ദൈവത്തിന്റെ അക്ഷയനായ ദൈവത്തിന്റെ പരിവേഷത മാറ്റി. അവരെന്താക്കി? ആ ദൈവത്തിന്റെ അക്ഷയനായ ദൈവത്തിന്റെ ഇമേജിനെ എവിടെ കൊണ്ടുവന്നു? മനുഷ്യനാക്കി, പക്ഷിയാക്കി, ഇഴജാതിയാക്കി, മൃഗജാതിയാക്കി എന്നിവയുടെ രൂപസ്വാദൃശ്യത്തിലേക്കായി മാറി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം വീണ്ടും ഇരുണ്ടുപോയി. വീണ്ടും പറയുന്നു, അവർ തമ്മിൽ അവലക്ഷണം കാണിക്കേണ്ടതിന് ഇരുണ്ട ഹൃദയത്തോടും ബുദ്ധിയോടും കൂടി ഇരുന്നു. അവരുടെ മേൽ നികൃഷ്ട ബുദ്ധി വെളിപ്പെട്ടു. ആണിനോടും പെണ്ണിനോടും അവലക്ഷണം കാണിക്കുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ നിലവാരം കെട്ടുപോയി. ഇങ്ങനെ പ്രാകൃതമായി. ദൈവത്തിന്റെ തേജസ് പോയപ്പോൾ അവൻ ഭൗമിക ബുദ്ധിയിലായിരുന്നു. പക്ഷെ അവൻ പിന്നെ എന്തായി? പ്രാകൃതനായി തീർന്നപ്പോൾ അവന്റെ മേൽ സൈറ്റനിക് നികൃഷ്ട ബുദ്ധിയുടെ ഒരു കൈകടത്തൽ വന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് വിടുവിച്ചു. പുത്രന്റെ രാജ്യത്തിന്റെ അവകാശമാക്കിയിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, നീ ഒരു സാധാരണ ഭൗമിക ബുദ്ധിയിലോ പ്രാകൃതത്തിലോ സാത്താനികത്തിലോ അല്ല ഓടേണ്ടത്, ഞാൻ നൽകുന്ന ബുദ്ധിയിൽ നീ ഓടണം. ആമേൻ. പരിജ്ഞാനത്തെ പറ്റി ഇന്ന് പറയാൻ ക്ഷമയില്ല. എന്ന് പകല് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പല കുടുംബങ്ങളെയും തകർത്ത് കളയുന്ന പൈശാചികമായ കൈകടത്തൽ, പൈശാചികമായ ഇടപെടലുകൾ ബുദ്ധിക്കകത്ത് വെളിപ്പെട്ട് പല MDMA പോലെ ഓരോ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ഓരോ കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ് ഈ പകൽ, ഇത് നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ സമാധാനത്തെ കൊണ്ടുവരും. ഇന്നലത്തെ നിമിഷം വരെ നിന്റെ ദേശത്തൊരു അപ്പുറം ഒരു വീട്ടുകാരൊരു വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെന്നെ അങ്ങനെയൊന്നും നോക്കരുത്. അവിടെ വ്യാപരിക്കുന്നത് പ്രാകൃതവും പൈശാചികവും ഭൗമികമായതുകൊണ്ടാണ്. അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് ദൈവാത്മാവിനാൽ നിനക്ക് പ്രകാശിതമായ കൃപാവരം ജ്വലിപ്പിക്കേണ്ടത് അവിടെയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്തിനാ? സഭയുടെ ഫങ്ഷന്, ക്ലിയർ ഫങ്ഷന് വേണ്ടിയാ. കൃപാവരം എന്ന് പറയുമ്പം പ്രവചിക്കുക മാത്രമല്ല, അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു വരവാണ് ചില സമാധാനം ചില വീട്ടിനകത്ത് വിതറുക. ഹല്ലേലൂയ. ഈ 3 വരങ്ങൾ അല്ലെങ്കിൽ റെവലേഷൻ ഗിഫ്റ്റ്സിനകത്ത് പറയുന്ന 3 വരങ്ങൾ എല്ലാവർക്കും ഉള്ളതാ. വിശ്വസിച്ച എല്ലാവർക്കും ഉള്ളതാണ്. അതെല്ലാവർക്കും വേണ്ടി വെളിപ്പെടുന്നു. അത് വെളിപ്പെടാൻ തയ്യാറാകുന്ന ഒരു പ്രായത്തിനകത്തേക്ക് നിങ്ങൾ എത്തി. നിങ്ങളുടെ ക്വാളിറ്റി പരിശുദ്ധാത്മാവാ. ഞാനൊന്നുകൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുക. യേശു ക്രിസ്തുവിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എടുത്ത് നമുക്ക് തരും. നിക്ഷേപിക്കപ്പെട്ട ജ്ഞാനത്തിൻ്റെ വരം ദൈവം തുറക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് എൻ്റെ ദേശത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ഉത്തരവാദിത്വമുണ്ട്. എന്നെ ഒരു കാവൽക്കാരനാക്കി വെച്ചിരിക്കുക.
ഇന്നലകളിൽ പലരും വന്നപ്പോൾ അവരോട് യഥാർത്ഥമായി സംസാരിക്കാൻ എനിക്ക് വാക്ക് ഇല്ലായിരുന്നു. കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസം ഉണ്ടായിരിക്കട്ടെ എന്നൊരറിവ് എൻ്റെ അകത്തുണ്ട്. പലതിൻ്റെ മുമ്പിൽ പറയാൻ കഴിയാതെ മടിച്ചപ്പോൾ ഇന്നു മുതൽ ആത്മാവിനാൽ നിന്റെ അകത്തൊരു പ്രകാശനം വീഴണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു, നീ ചില കുടുംബങ്ങളെ നേടുന്നതിന് കാരണമാകുന്ന ഒരു ജ്ഞാനത്തിൻ്റെ വചനം ദൈവാത്മ നിന്റെ മേലിടുകയാണ്. ഹല്ലേലൂയ. ഇത് ഗിഫ്റ്റാണ് കേട്ടോ, ഇത് ഗിഫ്റ്റാണ്. കാരണം കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. എന്നോട് ചോദിച്ചാൽ എനിക്കത് നിങ്ങളുടെ മേൽ തരാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങളുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കാൻ കഴിയും. എവിടെയാണ്? ഹൃദയത്തിനകത്തല്ല, ബുദ്ധിക്കകത്തത് പ്രകാശിപ്പിക്കുവാനിടയായിത്തീരും. ഒരു നിമിഷം ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ കീഴടക്കി, കർത്താവേ അതെൻ്റെ മേൽ തുടങ്ങണമേ, തുടങ്ങണമേ. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വന്നാൽ നിങ്ങൾക്ക് പ്രയോജനമാണ്. അതെ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രയോജനമാ ദൈവമക്കളെ. നീ പറയുന്ന വാക്ക് ആത്മാവിൻ്റെ പ്രകാശനമാകാൻ പോവുക. ആ വാക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, മറഞ്ഞിരിക്കുന്നതിനെ നിന്റെ ബുദ്ധിക്കകത്ത് തെളിയിച്ച് നൽകുന്ന ഒരു ആത്മാവിൻ്റെ പ്രകാശനം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാകൃതമായതിനെ ഞാൻ ശാസിക്കുന്നു, ഭൗമികമായതിനെ ഞാൻ ശാസിക്കുന്നു. ഹല്ലേലൂയ. സാത്താനികമായതിനെ ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉയരത്തിൽ നിന്ന് ക്രിസ്തുവിനകത്തിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ വചനത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്താൽ ഈ ജനത്തിൻ്റെ മേലങ്ങ് വെളിപ്പെടുത്തിയാണ്. കർത്താവേ, ഇവർ നാളുകളിൽ ശുശ്രൂഷകളിൽ നിൽക്കുമ്പോൾ, അത് തെരുവിലോ കുടുംബത്തിലോ വാർത്തവർ എവിടെയാണെങ്കിലും ഇവരോട് സംസാരിക്കുന്നവർ അതിശയിക്കപ്പെടുമാറ് അവരിലൂടെ ഒരു പ്രകാശനം വെളിപ്പെട്ടു വരണമേ. പെട്ടെന്ന് ദൈവാത്മാ അവർക്ക് കൊടുക്കുന്ന ആ വിഷയത്തിന്, ലോകത്തിന് ഉത്തരമില്ലാത്ത ആ വിഷയത്തിന് ഇവരൊരു ഉത്തരമായി മാറട്ടെ. പലയിടങ്ങളിലും പോയിട്ട് ഉത്തരമില്ലാത്ത വിഷയങ്ങൾക്ക് ഇവർ ഉത്തരമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവ് അതൊന്ന് പ്രകാശിക്കാൻ വേണ്ടി ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുത്ത് ആഗ്രഹിക്കുക. ഒറ്റ ആഗ്രഹം മതി, കർത്താവേ ഇതെൻ്റെ അകത്തൊന്ന് പ്രകാശിപ്പിക്കണേ. ഒരു വാക്കോടെ ഞാൻ കൊണ്ട് ചേർക്കാം, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. ഈ വരങ്ങളെല്ലാം പ്രകാശനങ്ങളാണ്, മാനിഫെസ്റ്റേഷനാണ്. ആത്മാവ് ഉള്ളത് കൊണ്ട് നിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞതിനകത്ത് ഇംഗ്ലീഷിൽ ദ വേർഡ് ഓഫ് റെവലേഷൻ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ പേരത് വെളിപ്പെടും. ഉത്തരങ്ങൾ വെളിപ്പെടാൻ പോവുക. ഇത്ര നാളും ചോദ്യങ്ങളായിരുന്നു, ഇത്ര നാളും ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ അന്തരീക്ഷങ്ങളുടെ മുമ്പിൽ ചോദിച്ചവരോട് ഞാൻ പറയുന്നു, നിനക്ക് ഉത്തരമായി ദൈവത്തിൻ്റെ ജ്ഞാനം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ ജനത്തിൻ്റെ മേലത് പതിപ്പിച്ചതിനായി സ്തോത്രം. ആത്മാവിൻ്റെ അച്ചാരത്താൽ ഹല്ലേലൂയ ഇവരുടെ മേലത് പതിപ്പിച്ചെങ്കിൽ, ആ വാക്കിൻ്റെ അർത്ഥം അഡ്വാൻസ് എന്നാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ആത്മാവ് അഡ്വാൻസ് ആണെങ്കിൽ ആത്മാവിനകത്തുള്ള എല്ലാ യഥാർത്ഥ ക്വാളിറ്റി ഇവരുടെ മേലങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അടുത്ത ദിവസം പരിജ്ഞാനത്തിൻ്റെ യഥാർത്ഥ വെളിപ്പാടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജ്ഞാനത്തിൻ്റെ വചനം ഈ ജനത്തിൻ്റെ മേലങ്ങ് പകർന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇവരിതിനു വേണ്ടി വാഞ്ചിക്കുമ്പോൾ, ഇവരതിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ഇവരിതൊരു പ്രശ്നത്തിൽ കയറി നിൽക്കുമ്പോൾ, ഒരു പ്രതിസന്ധിയിൽ കയറി നിൽക്കുമ്പോൾ, ഉത്തരമില്ലാത്തടുത്ത് നിൽക്കുമ്പോൾ, ഉത്തരം നാവിനകത്ത് ദൈവം വെളിപ്പെടുത്തുന്നു. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പോകുന്ന ഇടത്ത് നിങ്ങൾ എന്ത് പറയുമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ നിനക്ക് പറയാനുള്ളത് നിന്റെ നാവിനകത്ത് ഞാൻ നൽകുവാനിടയായിത്തീരും. പലരും ഈ ഒരു കൃപാവരമില്ലാത്തത് കൊണ്ട് അടികൊള്ളുന്നു. പലരും ഈ ഒരു കൃപാവരമില്ലാത്തത് കൊണ്ട് മരണം വരിക്കുന്നു. പലരും ഈ ഒരു കൃപാവരമില്ലാത്തത് കൊണ്ട് പ്രശ്നത്തിൽപ്പെടുന്നു. പക്ഷെ വചനം പറയുന്നു, നിന്റെ അകത്ത് ഈ വചനം വെളിപ്പെട്ടാൽ ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിൽ നീ രക്ഷപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങൾക്കകത്ത് ഒരു വലിയ രാജാവ്, യുദ്ധക്കൊതിയനായ ഒരു രാജാവ്, ഹല്ലേലൂയ, ആ ഒരു ദേശത്തെ മുഴുവൻ തകർക്കുന്ന സ്റ്റോറി പറയുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരൻ അവൻ്റെ അകത്ത് വന്ന ബുദ്ധിയാൽ ആ വിഷയത്തെ നിരോധിച്ചതായി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുമ്പോൾ, ഇന്ന് പകരം തിരിച്ചറിയണം, ലോകരാജ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തടുത്ത് നിന്റെ അകത്ത് ഉത്തരമുണ്ട്.
വലിയ സംസ്ഥാനങ്ങൾക്ക് ഉത്തരമില്ലാത്തടത്ത് നിൻ്റെ അകത്ത് ഉത്തരമുണ്ട്. വലിയ പ്രസിഡന്റുമാർക്ക് ഉത്തരമില്ലാത്തടത്ത് നിൻ്റെ അകത്ത് ഉത്തരമുണ്ട്. യേശു പറയുന്ന പല ഉത്തരങ്ങളും ജനത്തിന് ഒരു ആകർഷണവും വിടുതലുമായി വ്യാപരിച്ചതിൻ്റെ പിന്നിലെ കാരണം പലർക്കും ഉത്തരമില്ലാത്തടത്ത് യേശുവിൻ്റെ അകത്ത് ഉത്തരം ഉണ്ടായിരുന്നു. സത്യത്തിൽ ന്യായപ്രമാണം എന്ന മുനയുള്ള നിയമത്തിൻ്റെ മുമ്പിൽ അവർ അനുസരിക്കുന്നു എന്ന് പറയുമ്പോഴും അവരിൽ തന്നിൽ പരാജയപ്പെടുമ്പോൾ ഒരുവൻ ഉത്തരമായി ഇറങ്ങി നിൽക്കുക. ന്യായപ്രമാണം തന്നവന് ഞാനാ, ന്യായപ്രമാണത്തെ നിവർത്തീകരിക്കുന്നവൻ ഞാനാ, ഇതിനകത്ത് എനിക്ക് ഉത്തരവുണ്ട്. ശബത്ത് എന്ന വാക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ യേശു പറയുകയാണ് ഈ ശബത്തിൻ്റെ യഥാർത്ഥ വെളിപ്പാട്. അതെ, നിനക്ക് വചനത്തിനകത്ത് വെളിപ്പെടുത്തലുകൾ തുടങ്ങുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന വണ്ണം ഈ ഒരു കൃപാവരം, ഈ ഒരു വചനം, ഈ ഒരു ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ വചനം നിന്റെ മുമ്പിൽ ഇന്നു മുതൽ തുടങ്ങുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് നന്ദി പറയാം. കർത്താവ് ഇതെൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചതിനായി സ്തോത്രം. എൻ്റെ ബുദ്ധിയുടെ തലത്തിനത് പ്രകാശിക്കട്ടെ. നല്ല പിതാവും ഞങ്ങളുടെ കർത്താവുമായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തെ ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ പ്രകാശനത്താൽ ഇവരുടെ മേൽ ഇത് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം.